We thank the Lord for these Bible studies that we could have on every Wednesday. എല്ലാ ബുധനാഴ്ച തോറും ദൈവം നമ്മളെ ഇങ്ങനെയുള്ളൊരു ബൈബിൾ സ്റ്റഡി നൽകുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. The Lord in His kindness and mercies have been unfolding this great salvation unto us. ഈ രക്ഷ നമുക്ക് ചുരുൾ തുറന്ന് ദൈവം ഈ ദിവസങ്ങളിൽ നൽകിക്കൊണ്ടിരിക്കുന്നു. The Lord in His mercies, He is causing us to know that our salvation is progressive. നമ്മുടെ രക്ഷ ഒരു പുരോഗമനായ രക്ഷയാകുന്നു എന്ന് ദൈവം ഈ ദിവസങ്ങളിൽ നമ്മളോട് ഇടപെടുകയും വെളിപ്പെടുത്തുകയും ചെയ്യുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. We heard very clearly that our spirit is saved. ദൈവം നമ്മുടെ ആത്മാവിനെ രക്ഷിച്ചു എന്ന് നമ്മൾ വ്യക്തമായി കണ്ടു. And our soul realm is being saved. ദൈവം നമ്മുടെ പ്രാണന്റെ തലത്തെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. And our body shall be redeemed. ദൈവം പൂർണ്ണമായും നമ്മുടെ ശരീരത്തെയും രക്ഷിക്കും എന്ന് നമ്മൾ കേൾപ്പാൻ ദൈവം സഹായിക്കും. And as we have heard during these meditations, our soul realm, which is our intellect, our emotion and our will, these three realms are being saved in these days. നമ്മുടെ പ്രാണൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്താ മണ്ഡലം, നമ്മുടെ ഇച്ഛാ മണ്ഡലം, നമ്മുടെ വികാരത്തിന്റെ മണ്ഡലം, ഈ മൂന്ന് തലത്തിലാണ് ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. With that first experience of their spirit being saved, or ആത്മാവ് രക്ഷിച്ചതിന്റെ അനുഭവത്തിൽ അനേകർ തൃപ്തരായി അവരുടെ രക്ഷയിൽ തൃപ്തരായിരിക്കുന്നതായിട്ടാണ് നമ്മൾ ചുറ്റുപാട് നമ്മൾ കാണുന്നത്. And they stopped with that. അവിടെ അവർ are happy now അവരുടെ രക്ഷയുടെ അനുഭവം അവസാനിപ്പിച്ചു. Baptized, the spirit filled, now they will go to heaven. അവർ ഇങ്ങനെ ചിന്തിക്കുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു, ഇനി ഞാൻ സ്വർഗത്തിൽ പോകും. അതിനുവേണ്ടി അവർ കാത്തിരിക്കുന്നു, ആകാംക്ഷയുടെ കാത്തിരിക്കുന്നു. ഈ ഒരു അനുഭവത്തിൽ അവർ തൃപ്തരായി അവരുടെ ആത്മീയ വളർച്ചയിൽ അവർ നിശ്ചലരായിരിക്കുന്നു. Very clearly there is a salvation now for us to experience. പക്ഷെ ദൈവം അവന്റെ വചനത്തിൽ നിന്ന് വ്യക്തമായി നമ്മളോട് ഇടപെട്ടത് ഇപ്പോൾ വെളിപ്പെടുവാനുള്ള ഒരു രക്ഷ ഉണ്ട് എന്നതാകുന്നു. The Lord is revealing to us ദൈവം ഈ ദിവസങ്ങളിൽ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. Salvation now for us. നമുക്ക് ഓരോരുത്തർക്കും വെളിപ്പെടുവാനും അനുഭവിക്കാനുമുള്ള ഒരു രക്ഷ ഇപ്പോൾ നാം അനുഭവിക്കേണ്ട ഒരു രക്ഷയുണ്ട്. ഈ ഭൂമിയിൽ നമ്മുടെ ഈ കാലത്തിൽ നമ്മൾ അനുഭവിക്കേണ്ട ഒരു രക്ഷയുണ്ട്. ഈ കാര്യത്തെക്കുറിച്ച് ദൈവം വളരെ വ്യക്തമായി നമ്മളോട് ഇടപെട്ടു. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ട കാര്യം, for progressive salvation. കഴിഞ്ഞ രണ്ടാഴ്ചകളാൽ നമ്മൾ കേട്ട ഇടവന്നത് മാനസാന്തരം എന്നത് നമ്മുടെ ഈ രക്ഷയുടെ ഒരു വലിയൊരു മുഖ്യമായ ഒരു പദമാണ്. For an overcomer, അതിജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാനസാന്തരം എന്ന് പറയുന്നത് വലിയൊരു അനുഭവം, അത് തുടർമാനമുള്ള ഒരു അനുഭവമാകുന്നു. Yes, now we heard very clearly that it's a key word. And repentance is something that is progressive in our lives as well. മാനസാന്തരം ഒരു അമൂല്യമായതും മൂല്യമായ ഒരു വാക്കാണ്. അത് മാത്രമല്ല, അത് ഒരു പുരോഗമനായ അനുഭവമാണ്. അത് സകലത്തെയും കവിയുന്ന ഒരു അനുഭവമാണ്. From conception to perfection, repentance is the key for us. നമ്മുടെ വീണ്ടും ജനനം തൊട്ട് നമ്മുടെ മഹുദ്ധീകരണം വരെ മാനസാന്തരം ഒരു അമൂല്യമായതും നിർണായകരമായ ഒരു അനുഭവമാണ്. നമ്മുടെ രക്ഷയുടെ പൂർണ്ണതയിലേക്ക് നമ്മൾ വളരണമെങ്കിൽ ഈ ഒരു അനുഭവം നമുക്ക് ആവശ്യമാണ്. It's a posture we need to maintain in our minds. നമ്മുടെ ഉള്ളിൽ നമ്മൾ നിലനിർത്തേണ്ട ഒരു മനോഭാവമാണ്. An overcomer is one who knows how to change his mind for God's mind. ദൈവത്തിന്റെ
മനസ്സനുഭവിക്കേണ്ടതിന് സ്വന്തം മനസ്സിനെയും ചിന്തയും മാറ്റിവെപ്പാൻ അറിയുന്നവനാണ് അതിജീവിക്കുന്നവൻ. ദൈവഹിതത്തിന് വഴങ്ങുന്ന ഒരു മനോഭാവമുള്ളവനാണ് അതിജീവിക്കുന്നവൻ. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച വ്യക്തമായി കണ്ട മറ്റൊരു കാര്യം, മാനസാന്തരപ്പെടുന്നു എങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ വിശ്രമകാലം നമുക്ക് നൽകും. പ്രവാചകന്മാരിൽ കൂടെ അരുളി ചെയ്ത സകലതും നിറവേറുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. And only then that Christ can come back. And therefore repent. യേശുക്രിസ്തുവിൽ കൂടെ അരുളി ചെയ്ത സകലതും നിറവേറണം. ഇല്ലെങ്കിൽ വേദപുസ്തകത്തിൽ പറഞ്ഞതെല്ലാം നിറവേറെങ്കിൽ മാത്രമേ സ്വർഗം അവനെ കൈവിടുകയുള്ളൂ, ഇല്ലെങ്കിൽ അവനെ വിടുകയുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമേ ആ ആശ്വാസകാലം നമ്മൾ അനുഭവിക്കുകയുള്ളൂ. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉന്നതമായ അനുഭവങ്ങളിലേക്ക് വരണമെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ആശ്വാസകാലം അനുഭവിക്കണമെങ്കിൽ ഭൂമിയിൽ നിന്ന് ഒരു മാനസാന്തരത്തിന്റെ നീരാവി ഉയരണം. യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടു, നീരാവി സ്വർഗത്തിലേക്ക് ഉയരുമ്പോൾ then the rains come down from the heavens. So if the latter rain is to fall, മഴയായി സ്വർഗത്തിൽ നിന്ന് മഴത്തുള്ളികൾ വീഴുന്നത്, the vapor of repentance that should arise unto God. മാനസാന്തരത്തിന്റെ നീരാവികൾ ഈ ഭൂമിയിൽ നിന്ന് ഉയരുമ്പോൾ മാത്രമേ സ്വർഗത്തിന്റെ കിളിവാതിൽ തുറക്കപ്പെടുകയും അവിടെ നിന്ന് ദൈവത്തിൽ നിന്ന് ആശ്വാസകാലം നമുക്ക് ലഭിക്കുകയുള്ളൂ. ആ പിന്മഴ നമ്മൾ അനുഭവിക്കണമെങ്കിൽ ഭൂമിയിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു നീരാവി ഉയരണം. There will be no true rain from God. ദൈവജനത്തിന്റെ ഇടയിൽ യഥാർത്ഥമായ ഒരു മാനസാന്തരം ഇല്ലെങ്കിൽ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഒരു ആശ്വാസകാലം അനുഭവിക്കാൻ സാധിക്കുകയില്ല. ഇന്ന് അനേകർ ഒരു ആത്മീയ വരണ്ട അവസ്ഥയിൽ തുടരാനുള്ള കാരണം എന്താകുന്നു? അവരുടെ ജീവിതത്തിൽ ഒരു മുന്നേറ്റം ഇല്ലാത്തതിന്റെ കാരണം എന്താകുന്നു? കാരണം അവർ ഭയത്തിലും ഭീതിയിലും പിടിക്കപ്പെട്ടിരിക്കുന്നു. അവർ വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇത് ഒരു വളരെ മുഖ്യമായ ഒരു കാര്യം നമ്മൾ കേട്ടു. വിശ്വാസം എന്നതോ ആത്മീയ ഒരു ശക്തിയാണ്. അപ്രകാരം തന്നെയാണ് ഭയവും ഒരു ആത്മീയ ശക്തിയാണ്. വിശ്വാസമോ ദൈവവചനത്തിന്റെ കേൾവിയാൽ വരുന്നു. ഭയവും അപ്രകാരം തന്നെ. പിശാചിന്റെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ ഭയം നമ്മളിൽ ഉളവാകും. നമ്മൾ ഓരോരുത്തരും തിരഞ്ഞെടുക്കേണ്ട ഒരു കാര്യമാണ്. ശത്രുവിന്റെ വാക്കുകൾ നമ്മൾ കേൾക്കുന്നുവെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഭയം ഭീതിയും ഉളവാകും. പക്ഷെ ദൈവശബ്ദം കേൾക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം ഉയരും. വിശ്വാസവും ഭയത്തിന്റെയും പിന്നിൽ ഒരു ശബ്ദമുണ്ട്. We are responsible to hearing the wrong voice in our lives. നാം ഓരോരുത്തരും തെറ്റായ ഒരു ശബ്ദം, തെറ്റായ സ്വരത്തെ കേൾക്കുന്നെങ്കിൽ അതിന് കാരണക്കാർ നാം ഓരോരുത്തരും തന്നെയാണ്. തെറ്റായ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ അതിന് കാരണക്കാർ നാം ആണ്, ദൈവമല്ല. ഉത്തരവാദി നാം ഓരോരുത്തരുമാണ്. നാം ഓരോരുത്തരുമാണ് അതിന് ഉത്തരവാദി.
I know how it is with my own life. I അതിന് shared ആ last ഒരു week. കാര്യത്തിനെ കുറിച്ച് നമ്മൾ മാനസാന്തരപ്പെടണം. I have to be കഴിഞ്ഞ ആഴ്ച ഞാൻ deliberate. പങ്കിട്ടതുപോലെ You know, and as we ഈ heard ഒരു കാര്യത്തെ കുറിച്ച് from ഞാൻ Amos chapter 3 and verse കർക്കശനായിരിക്കണം. 3, നമ്മൾ കേട്ടതുപോലെ do men travel together ആമോസിന്റെ unless they have 3:3 planned it? രണ്ടുപേർ ഒത്തിട്ടല്ലാതെ അവർക്ക് If you ഒരുമിച്ച് agree നടക്കാൻ with the കഴിയുമോ? words of one, you will walk with that one. ആരോടാണ് ഞാൻ ഒത്തിട്ട് പോകുന്നത് So ആ if you agree വ്യക്തിയോട് with the കൂടെയാണ് enemy, ഞാൻ you are നടക്കുന്നത്. walking with the enemy. If you are agreeing with പിശാചിനോട് God, then you ഒത്തിട്ട് are walking with പോകുന്നുവെങ്കിൽ ഞാൻ God. പിശാചിനോട് കൂടെയാണ് നടക്കുന്നത്. You are ഞാൻ talking and ദൈവത്തോട് walking കൂടെ with the one you agree with. ഒക്കുന്നുവെങ്കിൽ Now, I very clearly ഞാൻ illustrated ദൈവത്തോട് that കൂടെയാണ് last നടക്കുന്നത്. week. When we begin യോജിക്കുന്നു our എങ്കിൽ ഞാൻ day, ദൈവത്തോട് കൂടെ നടക്കുന്നു. we spend time with the Lord. നമ്മുടെ We ദിവസം pray. ആരംഭിക്കുമ്പോൾ We spend time with ദൈവസന്നിധിയിൽ the നമ്മൾ Word. ചെലവഴിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ All goes very well with us. ദൈവവചനം All വായിക്കുന്നു. goes very well with us. അതൊക്കെ But നല്ലതായിട്ട് after that, നമ്മൾ ആരംഭിക്കുന്നു. As you begin to face the day, പക്ഷെ ആ many thoughts സമയത്തിന് come in. ശേഷം And many a time ദിവസത്തെ negative നമ്മൾ thoughts, നേരിടുമ്പോൾ പല ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വരുന്നു. circumstances, നെഗറ്റീവായിട്ടുള്ള പല things ചിന്തകൾ that come വരുന്നു, into your സാഹചര്യങ്ങൾ വരുന്നു, thoughts coming അനുഭവങ്ങളും into your mind. സംഭവങ്ങളും വരുന്നു. It could be evil, നമ്മുടെ lustful, നമ്മുടെ പല or it ചിന്തകൾ could നമ്മുടെ ഉള്ളിൽ be വരുന്നു. even അത് negative thoughts. ചിലപ്പം It's a realm of death. As മോഹപ്രദമായിരിക്കും, we അത് heard. ചിലപ്പം Now, പക്ഷെ അതെല്ലാം we begin to think മരണത്തിന്റെ on തലമാകുന്നു. continue to think. നമ്മൾ ആ Remember, കാര്യങ്ങളെ കുറിച്ച് we are ചിന്തിപ്പാൻ നമ്മൾ thinking സമയം what the ചെലവഴിക്കുന്നു, enemy ധ്യാനിക്കുന്നു. Negative things. അങ്ങനെയുള്ളത് നാം condemnation, ചിന്തിക്കുമ്പോൾ നാം guilt, ശത്രു guilt. ആഗ്രഹിക്കുന്നതാണ് നമ്മൾ You ചിന്തിക്കുന്നത്. know, all നമ്മുടെ these ഉള്ളിൽ things, guilt, കുറ്റബോധവും yeah. All these things, they come from the enemy. Now, there is no condemnation to them who are in Christ ഈ Jesus. കുറ്റാരോപണവും You know, the Lord യേശുക്രിസ്തുവിനുള്ളവർക്ക് doesn't, the ഒരു Holy Spirit does ശിക്ഷാവധിയും not ഇല്ല bring എന്ന് us to ദൈവവചനം guilt. പറയുന്നു. No, but He convicts us. But if we are living in guilt, അശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പാപബോധം കൊണ്ടുവരുന്നു, നമ്മളെ കണ്ടം ചെയ്യുന്നില്ല. fear, remember that we are walking with the enemy, we are meditating and agreeing with him. Yes, the Lord says very clearly in Deuteronomy, you know, I place before you life and death. And the Lord said, choose ഞാൻ life, നിങ്ങളുടെ മുൻപിൽ therefore. ജീവനും മരണവും വെക്കുന്നു. നിങ്ങൾ Proverbs ജീവനെ 18:21 തിരഞ്ഞെടുക്കുക. also we read a similar scripture. You know, so it's very important for സദൃശവാക്യത്തിലും ഇങ്ങനെ ഒരു us. വാക്യം നമ്മൾ വായിക്കുന്നു. As a man thinketh, even so ഈ ഒരു is he. കാര്യം വളരെ So my brothers and sisters, ഒരുവൻ ചിന്തിക്കുന്നത് പോലെ once again ആകുന്നു remind to us അവന്റെ tonight, ജീവിതം. the one with whom you are talking ഞാൻ ഈ and you are, ദിവസം വീണ്ടും you know, ആവർത്തിച്ച് talking പറയാൻ is the ആഗ്രഹിക്കുന്നു. one with whom you are walking. You are in agreement with ഞാൻ that person. ആരോട് കൂടെ നടക്കുന്നു, It is a ഞാൻ covenant ആരോട് of കൂടെ death. സംസാരിക്കുന്നു, ആരെ കുറിച്ച് But if ചിന്തിക്കുന്നു, you ആ വ്യക്തിയോട് talk to കൂടിയാണ് ഞാൻ God, നടക്കുന്നത്. We think of God, പക്ഷെ ഞാൻ His ദൈവത്തോട് word, സംസാരിക്കുന്നുവെങ്കിൽ, then you are walking with ദൈവത്തെ കുറിച്ച് God. ചിന്തിക്കുന്നുവെങ്കിൽ, And it's അവന്റെ a വചനത്തെ covenant of ധ്യാനിക്കുന്നുവെങ്കിൽ, ഞാൻ ദൈവത്തോട് കൂടെ Oh, നടക്കുന്നു. may God help us. അവിടെ Now let ജീവന്റെ us ഒരു move ഉടമ്പടി on നടക്കും. today to അത് hear what തിരിച്ചറിയാൻ all ദൈവം God would സഹായിക്കട്ടെ. have for us even നമുക്ക് tonight. ഇച്ചിരിയോടെ മുന്നോട്ട് പോകാം. So let's listen very carefully. Now ഈ രാത്രി it's സമയവും a life ദൈവം of നമ്മളോട് progression ഇടപെടുമാറാകട്ടെ. today in the realm of our soul. It's a life of progression. നമ്മുടെ It's a പ്രാണന്റെ salvation തലത്തിൽ which is ഒരു progressive പുരോഗമനായ today in our lives. അനുഭവമാണ് ഈ ക്രിസ്തീയ ജീവിതം, ഈ രക്ഷ എന്നതാകുന്നു. Yes, today we need to experience this walk with God. We need to experience this work of life within us. You know, the enemy of our soul brings always things നമ്മുടെ which are നമ്മുടെ negative. ശത്രുവായവൻ Yes, the നമ്മുടെ carnal ജീവിതത്തിൽ mind is തെറ്റായ always കാര്യങ്ങൾ, in നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ് agreement എപ്പോഴും with the കൊണ്ടുവരുന്നത്. enemy.
ജഡീക മനസ്സ് The എപ്പോഴും fallen mind ശത്രുവോട് is so ചേർന്ന് inclined to that old serpent. യോജിച്ചു പോകുന്നു. ആ സർപ്പത്തിന്റെ ചിന്തയോട് യോജിച്ചു പോകുന്നതാണ് ജഡീക മനസ്സ്. Yes, correct. Now we need to be very careful therefore. God says in his word ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ that ജാഗ്രതയുള്ളവരായിരിക്കണം. by his stripes ദൈവവചനം വ്യക്തമായി പറയുന്നത് അവന്റെ we വചനത്തിൽ are healed. We read that in the book of Isaiah. Quickly we can turn അവന്റെ to അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം 53 പ്രാപിച്ചിരിക്കുന്നു എന്ന് യെശയ്യാവിന്റെ in പ്രവചനത്തിൽ നമ്മൾ verse പറയും. 5. യെശയ്യാവ് 53. But he was wounded for our transgression, he was bruised for our iniquities. The chastisement of our peace was upon him, and with his stripes we are healed. Isaiah 53 verse 5. യെശയ്യാവ് 53-ന്റെ 5-ാം വാക്യം. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള 1 Peter ശിക്ഷ അവന്റെ മേലായി. അവന്റെ chapter 2 അടിപ്പിണരുകളാൽ നമുക്ക് verse സൗഖ്യം 24. 1 പത്രോസ് 2:24. 2-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം. Who his own self bare our sins in his own body on the tree, that we being dead to sins should live unto righteousness, by whose stripes ye were healed. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് Now this is മനുഷ്യനെ God's കയറി. word. അവന്റെ അടിപ്പിണരാൽ But നമുക്ക് the സൗഖ്യം devil, വന്നിരിക്കുന്നു. ഇതാകുന്നു The enemy ദൈവവചനം. and the carnal mind പക്ഷെ പിശാച് പറയുന്നത്, ശത്രു say പറയുന്നത്, together നമ്മുടെ ജഡത്തിന്റെ മനസ്സ് പറയുന്നത്, that God doesn't heal today. ഒരുമിച്ച് അവര് യോജിച്ച് പറയുന്നത്, You know, that's the kind ദൈവം of ആരെയും thing that the സൗഖ്യമാക്കുന്നില്ല. enemy says. You know, and it says ശത്രു that it is പലപ്പോഴും for the പറയുന്നത് time, ദൈവം for the സൗഖ്യമാക്കുകയില്ല. early century, and it all ended with that. ആദ്യ നൂറ്റാണ്ട് സമയത്തൊക്കെ ഇതൊക്കെ അനുഭവിച്ചു, പക്ഷെ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു കാര്യമല്ല എന്നാണ് പലരും ചിന്തിക്കുന്നത്. Yes. You know, so we see the enemy twist the word. I'm bringing some examples to us. ദൈവവചനത്തെ ദുർവിനിയോഗപ്പെടുത്തുന്നു, You know, the book of വളച്ചൊടിക്കുന്നു. Ephesians, എഫേസ്യർക്ക് എഴുതിയ ലേഖനം chapter 5, verse 18. 5-ാം And be അധ്യായം not drunk with wine, wherein is എഫേസ്യർ excess, 5:18. but be ye filled with the Spirit. വീഞ്ഞ് കുടിച്ച് Speaking to മത്തരാകരുത്. yourself in psalms അതിനാൽ and hymns and spiritual നിങ്ങൾക്കുണ്ടാകുമല്ലോ songs, ആത്മാവ് singing and നിറഞ്ഞവരായി. making melody in your heart to the Lord. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ So the word of സംസാരിച്ചും God നിങ്ങളുടെ says, ഹൃദയത്തിൽ കർത്താവിനെ sing unto the പാടിയും Lord, be കീർത്തനം filled with ചെയ്തും the Spirit, worship God, sing unto God. Yes. സങ്കീർത്തനങ്ങളാലും ആത്മീക The devil and ഗീതങ്ങളാലും some of the യഹോവയെ theologians സ്തുതിച്ചും of this അവനിൽ present times, ആനന്ദിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ ആനന്ദിച്ചും കൊള്ളുവിൻ എന്നാകുന്നു ദൈവവചനം പറയുന്നത്. പക്ഷെ പിശാച് പറയുന്നത്, You know, and the carnal mind, they together again say നമ്മുടെ ജഡീക that മനസ്സ് speaking പറയുന്നത്, with tongues is finished with the first century. അന്യഭാഷയുടെ വരം ആദ്യ നൂറ്റാണ്ടിൽ തന്നെ അവസാനിച്ചു. The gifts and the manifestations of the Holy Spirit ഇപ്പോൾ അന്യഭാഷ are വരമില്ല. not for us today. വരങ്ങളും ആത്മീയ We വരങ്ങളും can do ഈ without നൂറ്റാണ്ടിലും ഈ the കാലഘട്ടത്തിലും supernatural power അതൊക്കെ of the ആദ്യ Holy നൂറ്റാണ്ടിൽ Spirit. പരിശുദ്ധാത്മാവിന്റെ No, we അതിശക്തിയുള്ള can live without all these ഇല്ലെങ്കിൽ things. അമാനുഷികമായ ശക്തി ഇല്ലാതെ തന്നെ നമുക്ക് നടക്കാം We are എന്നാകുന്നു told നമ്മുടെ by ചിന്തയും many നമ്മുടെ മനസ്സ് church നമ്മളോട് പറയുന്നത്. leaders today, you know, they say like this,
ആത്മാവിന്റെ Today we are ശക്തിയും doing greater works, ഇങ്ങനെയാകുന്നു അനേക നേതൃത്വത്തിലുള്ളവർ പറയുന്നത്. than what Jesus did. ദൈവത്തിന് വേണ്ടി നമ്മൾ വലിയ വേലകൾ ചെയ്യുന്നു. What Jesus said in John യേശു chapter ക്രിസ്തുവിന്റെ 14 and verse കാലത്തെക്കാളും 12. നമ്മൾ വലിയ വേലകൾ ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം Let's turn to that. 14:12 യേശു ഇങ്ങനെ പറഞ്ഞു. യോഹന്നാന്റെ Jesus said like this, സുവിശേഷം verily, verily, I 14:12 say unto you, that he that believeth on me, the works that I do shall he do also, and greater works than these shall he do, because I go to my Father. 14 and verse 12. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. അതിൽ വലിയത് നിങ്ങൾ ചെയ്യും. Yes. So the word of God says that you will do എന്ന് greater യേശു ക്രിസ്തു works പറയും. than I do. So many leaders അതിലും say വലിയ today പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യും എന്ന് that the യേശു ഇങ്ങനെ church പറഞ്ഞു. is doing greater അതുകൊണ്ട് works than അനേക what Jesus നേതൃത്വമുള്ളവർ did. ഇങ്ങനെ പറയുന്നു, യേശു ക്രിസ്തു And when you ചെയ്തതിനേക്കാളും closely listen to what those greater ശ്രേഷ്ഠമുള്ള works are, പ്രവൃത്തികൾ ഇന്ന് ചെയ്യുന്നു. they പക്ഷേ say that in ഈ our വലിയ day we do പ്രവൃത്തികൾ greater എന്തെന്ന് ഒന്ന് works through ശ്രദ്ധിച്ച് കേട്ടാൽ radio, അവർ through പറയുന്നത്, television, through internet, to digital media, etc., etc. നമ്മൾ ചെയ്യുന്ന വലിയ പ്രവൃത്തി എപ്രകാരമുള്ളതാകുന്നു എന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് റേഡിയോയിൽ കൂടെയും ടിവിയിൽ കൂടെയും ചാനൽ കൂടെയും നെറ്റിൽ കൂടെയും ഇന്റർനെറ്റിൽ കൂടെയും ഒക്കെയാണ് ഇപ്പം ദൈവവചനം പ്രസ്താവിക്കപ്പെടുന്നത്. സോ വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. Yes. പക്ഷേ അതാണോ യേശു ക്രിസ്തു പറഞ്ഞ വലിയ വേല? അത് വഞ്ചനയാണ്. ഞാൻ ചെയ്തതിനേക്കാളും ശ്രേഷ്ഠമുള്ള പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുമെന്ന് യേശു പറഞ്ഞത് ആവർത്തിച്ച് പറഞ്ഞിട്ട് പറയുന്നത് television and the mass media and internet and so on and so forth. മാധ്യമങ്ങളിൽ കൂടെ നമ്മൾ കഴിയുന്നതാണ് വലിയ വേല എന്നാണ് അവർ നിരൂപിക്കുന്നത്. Dear brothers and sisters, let's be careful not be carried away by these പക്ഷേ winds. ഓർത്തുകൊള്ളുക പ്രിയമുള്ളവരെ, അത് വഞ്ചനയാണ്. അതല്ല യേശു I ക്രിസ്തു thank പറഞ്ഞ God for വലിയ വേല. the ministry we can do through the mass media. വലിയ വേല ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അതല്ല But these യേശു are not the greater അർത്ഥമാക്കിയത്. things that Jesus has said. യേശു ക്രിസ്തു പറഞ്ഞ These വലിയ are വേല not the greater ഇതൊന്നുമല്ല works that he എന്ന് shall do ഓർത്തുകൊള്ളുക. that Jesus spoke about. യേശു ക്രിസ്തു പറഞ്ഞ It is about the ഞാൻ body of ചെയ്തതിനേക്കാളും വലിയ വേല നിങ്ങൾ ചെയ്യുമെന്ന് That shall പറഞ്ഞപ്പോൾ demonstrate ഇതിനെ the very കുറിച്ചല്ല, പക്ഷെ അത് life അവന്റെ of the ശരീരം, Son upon this earth. അവന്റെ സഭയായ അവന്റെ Listen very ശരീരം carefully and get യേശു it right ക്രിസ്തുവിന്റെ into our ജീവിതം hearts. സംഘടിതമായി ഈ ഭൂമിയിൽ വെളിപ്പെടുത്തും. when അതാകുന്നു Jesus was upon this ശ്രേഷ്ഠവും earth, വലിയ വേല എന്ന് യേശു പറഞ്ഞ He വലിയ could be, വേല. if he യേശു was in ക്രിസ്തു Nazareth, he was in ഭൂമിയിലായിരുന്നപ്പോൾ, Nazareth. He could not be in any other place. നസ്രേത്തിലായിരുന്നെങ്കിൽ അവൻ But നസ്രേത്തിൽ now when he has തന്നെയായിരുന്നു. gone to വേറെ the ഒരിടത്തും Father, പോവാൻ കഴിയത്തില്ല. he has sent the Holy Ghost, അവൻ ഇപ്പോൾ and he പിതാവിനോട് കൂടി birthed the ആയിരിക്കുമ്പോൾ body of Christ അവൻ upon this അവന്റെ earth. പരിശുദ്ധാത്മാവിന് ഈ ഭൂമിയിൽ അയക്കും. Hallelujah. ഈ ഭൂമിയിൽ So അവന്റെ now Jesus ശരീരത്തെ അവൻ can be in ജനിപ്പിച്ചു. Jerusalem, in Samaria, ഇപ്പോൾ in യേശു Antiochia, ക്രിസ്തു യഹൂദയിലും സമേരിയയിലും in Antioch and ലോകമെമ്പാടും many other ആയിരിക്കും. places. അന്ത്യോക്യയിലും ഏടിടത്തും greater അവൻ ആകാൻ അതേ The greater സമയത്താകാൻ work കഴിയും. is ഒരേ many സമയത്താകാൻ membered കഴിയും. body of Christ in ഇതാകുന്നു so many places, ശ്രേഷ്ഠമുള്ളവർ. reflecting the life of the Son and അനേക glorifying the Father. അവയവമുള്ള അവന്റെ ശരീരം യേശുക്രിസ്തുവിന്റെ ജീവൻ വെളിപ്പെടുത്തുകയും പിതാവിനെ മഹത്വീകരിക്കുകയും ചെയ്യുന്നതാണ്. What greater work can we do other than what ഞാൻ Christ has done? Tell me. ചെയ്തതിനേക്കാളും വലിയ വേല യേശുക്രിസ്തു ചെയ്തതിനേക്കാളും വലിയ വേല എന്ന് പറയുമ്പോൾ എന്താകുന്നു അതിന്റെ So അർത്ഥം? we need to know, brothers and sisters, ഏത് വേല നമുക്ക് അവൻ ചെയ്തതിനേക്കാളും വലിയ എന്ത് വേല ചെയ്യാൻ കഴിയും? the Holy Spirit is poured out upon His പരിശുദ്ധാത്മാവ് ഇന്ന് people. പ്രവർത്തിക്കുന്നു പ്രിയമുള്ളവരെ. You know, the power of the Spirit is പരിശുദ്ധാത്മാവ് given to His church. അവന്റെ സഭയിൽ അവൻ ചൊരിഞ്ഞിരിക്കുന്നു. The Holy Spirit is ആ revealing the വലിയ Son unto ശക്തി us, അവന്റെ സഭയ്ക്ക് അവൻ ചൊരിഞ്ഞിരിക്കുന്നു. that we may live the life of the പരിശുദ്ധാത്മാവ് Son upon പുത്രനെ this earth. വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത്
ഈ ഭൂമിയിൽ carefully പുത്രൻ again. ജീവിച്ചതുപോലെ ജീവിപ്പാൻ has പരിശുദ്ധാത്മാവ് നാം ഓരോരുത്തരെയും സഹായിക്കും. You know, his ഓർത്തുകൊള്ളുക. ministries upon this earth, as we read in Ephesians chapter 4, യേശുക്രിസ്തു അവന്റെ ശുശ്രൂഷയെ ഈ ഭൂമിയിൽ when he ascended, സ്ഥാപിച്ചത് he എഫേസ്യർക്കെതിരെ ലേഖനം also 4-ാം അധ്യായത്തിൽ നമ്മൾ gave വായിച്ചത്. gifts unto men. യേശുക്രിസ്തു He sent his ഉയർത്തെഴുന്നേറ്റപ്പോൾ apostles, അവൻ his prophets and evangelists and pastors and teachers അവൻ to perfect the അവൻ church ഉയർത്തെഴുന്നേറ്റപ്പോൾ and അവൻ equip her ഭൂമിയിൽ അവൻ to the work of the ശുശ്രൂഷകളെ ministry, നൽകി. അപ്പോസ്തല ശുശ്രൂഷകൾ, mature her, പ്രവാചകന്മാരും until they come to the measure of ഉപദേശകന്മാരും the അവൻ stature of നൽകിയത് the fullness of Christ. ക്രിസ്തുവിന്റെ പൂർണ്ണ Now, അളവിലേക്ക് അവരെ വളർത്തുവാൻ ദൈവം the ഇപ്രകാരമുള്ള enemy, ശുശ്രൂഷയെ നൽകി. and the carnal mind, പക്ഷെ പിശാചോ, you know, they ശത്രു, say together നമ്മുടെ ജഡീക that മനസ്സ്, there are no apostles anymore അവർ ഒരുമിച്ച് പറയുന്നത് and no prophets anymore. ഈ നൂറ്റാണ്ടിൽ It's all done അപ്പോസ്തലന്മാരില്ല, with the first century. പ്രവാചകന്മാരില്ല. And that അതൊക്കെ the church ആദ്യ is ready to നൂറ്റാണ്ടിൽ meet the അതൊക്കെ Lord at അവസാനിച്ചു. any moment. Yes. ഇപ്പോൾ ഏത് സമയത്തും What a tragedy യേശുക്രിസ്തുവിനെ എതിരേൽപ്പാൻ സഭ What a തയ്യാറാകുന്നു deception എന്നാകുന്നു that അവർ is. വിശ്വസിക്കുന്നത്. The എന്തൊരു Lord has said very clearly that He has എന്തൊരു given these വഞ്ചനകരവും ministries എന്തൊരു till ശോചനീയകരമായ അവസ്ഥയാണിത്. we are brought into that fullness in Christ Jesus. വചനം പറയുന്നത് യേശുക്രിസ്തുവിന്റെ But the carnal പൂർണ്ണതയിലേക്ക് mind of നാം man, വരുവോളം ഈ ശുശ്രൂഷകൾ ദൈവം നൽകിയിട്ടുണ്ട്. many പക്ഷെ learned ജഡീക men മനസ്സ് and പറയുന്നത് theologians, they have so അനേക interpreted ദൈവ and turned the പണ്ഡിതന്മാരും word to say ശാസ്ത്രജ്ഞന്മാരും that പറയുന്നത് these ministries have ended. ഈ ശുശ്രൂഷകൾ അവസാനിച്ചു And the church will meet എന്നാകുന്നു the Lord അവർ at any time ആരോപിക്കുന്നത്. now ready. ഇപ്പോൾ Saints സഭ of God, ഒരുക്കിയിരിക്കുന്നു, we ഏത് are not to സമയത്തും be കർത്താവിനെ any എതിരേൽക്കാൻ long അവൾ children തയ്യാറായിരിക്കുന്നു tossed എന്നാണ് അവർ ആരോപിക്കുന്നത്. here and there by every wind of doctrine, as the scripture says. എല്ലാ കാറ്റിലും അലഞ്ഞൊഴിയുന്ന ഒരു ജീവിതമാകരുത് We are to grow നമ്മുടെ ജീവിതം until എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. We come to the fullness of Christ. ക്രിസ്തുവിന്റെ പൂർണ്ണതയിൽ You know, this എത്തുവോളം salvation നാം is ഓരോരുത്തരും progressive. വളരണം. അതിനുവേണ്ടി നമ്മൾ This life in ആഗ്രഹിക്കേണ്ടവരാകും. Christ is to ഈ grow and രക്ഷ ഒരു mature പുരോഗമനായ and come രക്ഷയാകുന്നു. into the fullness. ഈ ക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ ജീവിതത്തിൽ Yes, we must വളരുകയും walk അത് പൂർണ്ണതയിലേക്ക് നമ്മൾ ഉയരുകയും ചെയ്യേണ്ടതാകുന്നു. In agreement with the Lord in our lives. We are not agree ദൈവത്തോട് with all നമ്മൾ these false things യോജിച്ച് going on. നടക്കേണ്ടിയവരാണ്. We are to agree that God തെറ്റായ has given the ഉപദേശങ്ങളോട് apostles and the നമ്മൾ prophets ചേർന്ന് and teachers and the പോകേണ്ടിയവരല്ല. ministries until we grow into the fullness. We need to agree with the Lord and we walk with the Lord. Hallelujah. Yes. ദൈവവചനത്തോടും ദൈവത്തോടും കർത്താവ് ഈ ശുശ്രൂഷകൾ നീ നൽകിയിരിക്കുന്നത് ക്രിസ്തുവിന്റെ അളവോളം എനിക്ക് വളരുന്നത് വരെ ആകുന്നു എന്ന് ഞാൻ നിന്റെ വചനത്തോട് യോജിക്കുന്നു. അത് നമ്മൾ വിശ്വസിക്കണം. The full stature I am to grow. ദൈവവചനത്തോട് നമ്മൾ യോജിച്ചു പോകണം, പൊരുത്തപ്പെടണം. Until I come into the unity എങ്കിൽ of the മാത്രമേ faith, നമുക്ക് അവനോടുകൂടെ നടപ്പാൻ കഴിയുള്ളൂ. under the full stature, വിശ്വാസത്തിന്റെ ഐക്യത്തിലേക്ക് നാം വരുവോളം, I need to ക്രിസ്തുവിന്റെ പൂർണ്ണ അളവിലേക്ക് ഞാൻ വളരുവോളം to walk with the rest of the saints. ഞാൻ ദൈവത്തോടുകൂടെ നടക്കണം. I need to be in agreement. ദൈവജനത്തോടുകൂടെ ഞാൻ ഒത്തൊരുമിച്ച് Oh, may നടക്കണം. God help us, brothers and sisters. ഞാൻ Let's not be in ദൈവവചനത്തോട് agreement with ഞാൻ the false ഒത്തൊരുമിച്ച് പോകണം, പൊരുത്തിപ്പോണം. തെറ്റായ ഉപദേശങ്ങളോട് നാം പൊരുത്തി പോകരുത്. Yes, so may God help us. ക്രിസ്തുവിനോട് നമുക്ക് So that is our goal, പൊരുത്തപ്പെട്ടു പോകാം. the fullness of Christ. I must ഇതാകുന്നു grow to നമ്മുടെ be like ലക്ഷ്യം. Christ. ക്രിസ്തുവിന്റെ പൂർണ്ണത. ഞാൻ ക്രിസ്തുവോളം others around ക്രിസ്തുവിന് me, അനുരൂപപ്പെടണം. ഇതാകണം others നമ്മുടെ around ആഗ്രഹവും പ്രാർത്ഥനയും. They are to follow me എന്റെ as I ചുറ്റുമുള്ളവർ follow Christ. ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് come to പോലെ know അവർ എന്നെ this അനുഗമിക്കണം. And they also may come ഈ into ക്രിസ്തുവിനെ the എന്റെ full ജീവിതത്തിൽ stature of കൂടെ അവർ Christ. കാണണം. Now listen അവരും very carefully, ഈ saints of ക്രിസ്തുവിന്റെ God. പൂർണ്ണ അളവിലേക്ക് Yes. കടന്നു വരണം. It's not a പ്രിയമുള്ളവരെ, matter whether we believe
this perfection is absolute or relative. If this perfection or maturity is absolute, क्या बोलूं absolute? कि ये जो परिपक्वता है या सिद्धता है, ये सापेक्ष है या ये निरपेक्ष है? Yes. Absolute or relative? ये सापेक्ष है या ये निरपेक्ष है? Yes. I don't know exact words, but I hope what you're translating is right. ഈ പൂർണ്ണത You know, but the കേവലമാണോ? reality is, सच्चाई ये है the ഒരു scripture says, സമ്പൂർണമായ സമ്പൂർണമായ രക്ഷയാണോ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ദൈവവചനം വ്യക്തമായി പറയുന്നത് अपने आप में पैमाना है He is the ക്രിസ്തുവാണ് measure നമ്മുടെ of അളവ്. maturity or perfection. और वो सिद्धता का या परिपक्वता का पैमाना. Yes. നമ്മുടെ പൂർണ്ണതയുടെയും നമ്മുടെ പക്വതയുടെയും heard- അളവ് ക്രിസ്തു ആകുന്നു. You know, every ministry നമ്മൾ കേട്ടതുപോലെ is called to ഏത് present ശുശ്രൂഷയും every man perfect in Christ Jesus. हर एक सेवा जो प्रत्येक ഏത് ശുശ്രൂഷയുടെയും Yes. ഉത്തരവാദിത്വം That is why ministries വിശ്വാസികളെ are given. ദൈവത്തിന്റെ That's why സന്നിധിയിൽ God has given തികഞ്ഞവരായി leadership in the നിർത്തണം. church. ഇതാകുന്ന ഏത് ശുശ്രൂഷയുടെയും There is a ഉത്തരവാദിത്വം. goal. ഇതിനു വേണ്ടിയാണ് It's ദൈവം not just to നേതൃത്വത്തെ maintain the തന്നിരിക്കുന്നത്. church and the saints ഒരു of ഒരു God. ലക്ഷ്യമുണ്ട്. और ये नहीं कि उन संतों का रखरखाव സഭയെ നിലനിർത്തുവാനും and എങ്ങനെയെങ്കിലും entertain them. വിശ്വാസികളെ പോകാതെ നിലനിർത്തുവാനുള്ള And ഉത്തരവാദിത്തമല്ല. just look after their അവരെ welfare, മനോരഞ്ജനം ചെയ്യാനല്ല. meet their needs. അവരുടെ That's not just അവരുടെ pray for ആവശ്യങ്ങളെ them, സന്ധിച്ച് pray for their അതിനുവേണ്ടി blessings, അല്ല pray വിളിച്ചിരിക്കുന്നത്. for their protection, അവരുടെ pray for അനുഗ്രഹത്തിന് their വേണ്ടി പ്രാർത്ഥിക്കുക, success. അവരുടെ Now, this is സംരക്ഷണത്തിന് where വേണ്ടി the church പ്രാർത്ഥിക്കുക, is busy with today. അവരുടെ ഉന്നതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. This is where the ministries പക്ഷേ are ഇന്ന് busy അനേക today. ശുശ്രൂഷകൾ ഇതിലാണ് അവർ But the word of God വ്യാപൃതരായിരിക്കുന്നത്. says very clearly ഇവിടെ അനേക ശുശ്രൂഷകൾ that ഈ the കാര്യത്തിലാണ് ministries are വ്യാപരിച്ചിരിക്കുന്നത്. called to പക്ഷേ present every ദൈവവചനം man പറയുന്നത് perfect in Christ Jesus. सेवा को इसलिए दिया गया है कि वो हर एक मनुष्य को യേശുക്രിസ്തുവിൽ സകല As we മനുഷ്യരെയും saw from തികഞ്ഞവരായി book of നിർത്തണം. Colossians ആ ഒരു 1:28. ഉത്തരവാദിത്തമാണ് ഏത് ശുശ്രൂഷയുടെയും. Let's just turn to that once again today. കൊലോസ്യർക്ക് ഇത് ലേഖനം 1-ാം അധ്യായത്തിന്റെ 28-ാം on വാക്യത്തിൽ നമ്മൾ Sunday, വായിച്ചതുപോലെ വീണ്ടും ആ ഭാഗം വായിക്കാം. Colossians chapter 1, verse 28. Whom we കൊലോസ്യർക്ക് ഇത് preach, ലേഖനം warning 1-ാം every അധ്യായം man, 28-ാം വാക്യം. teaching every man in all wisdom, that we may present every man perfect in Christ Jesus. और जिसका प्रचार करके हम हर एक मनुष्य को चेतावनी देते हैं और सारे ज्ञान അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് Hallelujah. How ഏത് important മനുഷ്യനെയും that is. പ്രബോധിപ്പിക്കുകയും ഏത് To മനുഷ്യനോടും present സകല every man ജ്ഞാനത്തോടുകൂടെ perfect ഉപദേശിക്കുകയും in ചെയ്യുന്നു. Christ Jesus. He says that he preach and teach for this. और हर एक व्यक्ति को मसीह में सिद्ध करके ഏത് മനുഷ്യനെയും Yes. തികഞ്ഞവനായും ഏത് The മനുഷ്യനെയും pastors and leaders in the churches is not just ഏത് look മനുഷ്യനെയും after the തികഞ്ഞവനായി welfare നിർത്തേണ്ടത്. of the people. ഞാൻ പ്രബോധിക്കുകയും ചെയ്യും. इसलिए नहीं कि कलीसिया के Today the മനുഷ്യന്റെ leaders are all caught up with just blessings and prayers for protection, covering, healing, this, that. Well, it all could be there, but the primary and purpose is to present every man perfect, mature in Christ Jesus. कलीसिया का उद्देश्य प्राथमिक उद्देश्य यही है Yes. ഏത് മനുഷ്യനെയും തികഞ്ഞവനായി നിർത്തേണ്ടതിന് ആകുന്നു ഏത് ശുശ്രൂഷയുടെയും ഉത്തരവാദിത്വം. All the leaders are caught up in the realm of ദൈവജനത്തിന്റെ സംരക്ഷണം, maintaining the അവരുടെ believers and അവരുടെ their system, their വെൽഫെയറിനായിട്ട് organization and so on and so ക്ഷേമമായി forth. അന്വേഷിക്കുകയും And അവരുടെ entertaining them ക്ഷേമത്തിന് as well. വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നതല്ല ശുശ്രൂഷ. പക്ഷെ ക്രിസ്തുവിനോട് അനുരൂപപ്പെടാനായി അവരെ No one സഹായിക്കുന്നതാണ് is concerned ഏത് about their ശുശ്രൂഷയുടെയും growth in ഉത്തരവാദിത്വം. Christ Jesus. मसीह में उनकी वृद्धि के बारे में उनकी कोई चिंता Growth is ഇന്ന് talking about life. അനേക ശുശ്രൂഷകൾ ഉണ്ടെങ്കിലും Growth says, വളർച്ചയെക്കുറിച്ച് speaks about എത്ര change. പേരാണ് ഭാരപ്പെടുന്നത്? Oh may God വളർച്ച save എന്ന് us. പറയുന്നത് And help മാറ്റമാണ് us, brothers അത് and കുറിക്കുന്നത്. sisters. So അത് കാണാൻ ദൈവം let's സഹായിക്കട്ടെ. be very, ഓ very പ്രിയമുള്ളവരെ, careful in this area. और इस क्षेत्र के अंदर हमें बहुत ही सतर्क रहना है You know, the word of God ഈ is ഒരു very കാര്യത്തിൽ clear. നമ്മൾ വളരെ Every ശ്രദ്ധാക്കളായിരിക്കും. ministry is to bring the believers ദൈവവചനം into the വ്യക്തമാകുന്നത് image of Christ. और हर ये सेवा है कि हर एक व्यक्ति को मसीह के साथ എല്ലാ Bring them into the ശുശ്രൂഷകളും full stature ക്രിസ്തുവിന്റെ of Christ. സ്വരൂപത്തോട്
ദൈവജനത്തെ the കൊണ്ടുവരണം, perfection. ഇല്ലെങ്കിൽ ക്രിസ്തുവിന്റെ പൂർണ്ണ അളവിലേക്ക് perfect ദൈവജനത്തെ man. കൊണ്ടുവരണം. Now this is the ഒരു unequivocal തികഞ്ഞ പുരുഷത്വത്തിലേക്ക് goal അവരെ or a കൊണ്ടുവരണം. plain goal. और ये सीधा एक लक्ष्य है। That's ഇതാകുന്നു the clear, ഏക undisputable ലക്ഷ്യം. goal that we read in the Word of God. ये एक निर्विवाद लक्ष्य है For ദൈവവചനത്തിൽ every ministry, this is the വ്യക്തമായി goal. കാണുന്ന Not that I ലക്ഷ്യമാണ്. will have 20 more ഇതാകുന്നു ഏത് branches. ശുശ്രൂഷയുടെ ലക്ഷ്യമായിരിക്കില്ല. I will have 2,000 members in the church next year. 20 ശാഖകൾ എനിക്ക് That is ഉണ്ടാകും. not the goal that God's എന്റെ word സഭയിൽ says അടുത്ത about. വർഷം 2000 പേരുണ്ടാകും. അതല്ല More ലക്ഷ്യം, than അതല്ല 2,000 ഒരു infants, God is ശുശ്രൂഷയുടെ concerned about ലക്ഷ്യമായിരിക്കേണ്ടത്. 200 minimum, at least 200 mature sons unto God. 2000 जो बालक या शिशु 2000 ശിശുക്കളെക്കാൾ 200 പക്വത listen പ്രാപിച്ച പുരുഷന്മാർ ഇല്ലെങ്കിൽ We need to പക്വത understand. പ്രാപിച്ചവരാണ് ദൈവം ആഗ്രഹിക്കുന്നത്. The ministries have an undisputable goal, and that is to present every man mature in Christ Jesus. और कलीसिया के पास उसकी सेवा के लिए യേശു ക്രിസ്തുവിൽ തികഞ്ഞവരായി നിർത്തണം Now, എന്ന ഒരു I ഭാരവും want to go to something ലക്ഷ്യമായിരിക്കണം very important. ഏത് ശുശ്രൂഷയുടെയും. It is not a question whether I can reach ഈ or രാത്രി not. സമയം വളരെ Please. പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ എത്തുമോ Many people ഇല്ലയോ have this within their എന്നതല്ല hearts. പ്രശ്നം, ചോദ്യം. Even in our midst, അനേകർക്ക് ഈ is ഒരു it ചിന്തയുണ്ട്. possible for me to reach നമ്മുടെ there? ഇടയിലും ഈ ഒരു ചിന്ത അനേകരിലുണ്ട്. Can I reach there? ഈ ഒരു Or can I not? സ്ഥാനത്തേക്ക് Will ഞാൻ I എത്തുവോ, ever reach നമ്മൾ there or എത്തുവോ, not? क्या मैं कभी वहां पहुंच सकूंगा? ആ ഒരു സ്ഥാനത്തേക്ക് നമ്മൾ That is എത്തുമോ not the എന്നൊരു issue. ചോദ്യം അനേകരിലുണ്ട്. The issue is that God പക്ഷേ has set a ഓർത്തുകൊള്ളുക, goal when you were brought അതല്ല into കാര്യം. salvation. जब आपका उद्धार हुआ तो परमेश्वर का यही एक लक्ष्य है। ഈ രക്ഷയിലേക്ക് നാം വരുമ്പോൾ തന്നെ The ദൈവം one ഒരു who called you ലക്ഷ്യം and saved വെച്ചിട്ടുണ്ട്. you, जिसने आपको बुलाया और അത് നമ്മൾ as we ഓർത്തുകൊള്ളുക. read in നിന്നെയും 2 Timothy എന്നെയും 1, വിളിച്ചവൻ 8, 9, और दूसरा तिमोथी 1:9 में वो कहता है you know, he ഒന്ന് has called തിമോത്തിയോസ് us and 2 saved us തിമോത്തിയോസ് with a 1:9 holy നമ്മൾ calling, വായിക്കുന്ന പോലെ उसने आपको बुलाया और आपको बचाया not അവനൊരു according to വലിയ our works, വിളിയാലും നമ്മളെ ഓരോരുത്തരെയും but വിളിച്ചു, according to his own purpose. നമ്മുടെ പ്രവൃത്തികളാലല്ല, So that's the അവന്റെ goal. ഉദ്ദേശത്താൽ നിർണയത്താൽ That നമ്മളെ purpose is വിളിച്ചിരിക്കുന്നു. the goal. അതാകുന്നു ലക്ഷ്യം. You have been saved according to ആ that goal and ലക്ഷ്യമാണ്. purpose. आप उसी लक्ष्य के तहत उद्देश्य के तहत So it is not a question ആ in me whether I will reach ലക്ഷ്യത്തിലേക്കാകുന്നു or നാം not. ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. नहीं कि मैं वहां पहुंचूंगा नहीं पहुंचूंगा। He has called you ഞാൻ to reach എത്തുമോ you there. ഇല്ലയോ എന്നതല്ല ചോദ്യം, Hallelujah. അവിടെ എത്തുവാനാണ് So ദൈവം it's നമ്മളെ not a question of വിളിച്ചിരിക്കുന്നത്. whether I can അതാണ് reach. നമ്മുടെ വിശ്വാസം. ये कोई प्रश्न नहीं कि मैं वहां पहुंच Or whether I will make it or ഞാൻ not. എങ്ങനെയെങ്കിലും എത്തുവോ എന്നല്ല, അതല്ല The one പ്രശ്നം. who called you says, I will ഞാൻ അവിടെ make you എത്തുമോ or I will എന്നൊരു take you സം- there. ഒരു- That's why I brought you in. और जिसने बुलाया है वो हमें ले जाने ഞാൻ വിളിച്ചു, ഞാൻ നിന്നെ അവിടെ Now, എത്തിക്കും therefore, എന്നാകുന്നു ദൈവത്തിന്റെ my aim- അരുളപ്പാടും അവന്റെ വാഗ്ദത്തം. അതിൽ ആണ് ഞാൻ വിശ്വസിക്കും. എന്റെ ലക്ഷ്യം ഇതായിരിക്കണം. Or rather, I must aim that goal from day one in my life. कि मैं अपनी जिंदगी में जिस दिन बल्कि उससे पहले ആ ലക്ഷ്യത്തിൽ എത്തുവാനാകണം, ഇല്ലെങ്കിൽ must ആ ലക്ഷ്യമായിരിക്കണം aim ഞാൻ that ഊന്നൽ target. കൊടുക്കേണ്ടത്. और मेरे पास यही एक लक्ष्य है। From the very first day उसी दिन जिस दिन मैं बचाया गया in this school of faith. और इस विश्वास के इस पाठशाला ഈ വിശ്വാസത്തിന്റെ I need to ഈ learn വിശ്വാസത്തിന്റെ ഈ to shoot at the target. कि मैं उस പാഠശാലയിൽ Yes. എന്റെ ലക്ഷ്യം ദൈവം വെച്ചിരിക്കുന്ന ലക്ഷ്യത്തിൽ I'm ഞാൻ called with a എത്തണമെന്ന്. goal. मैं एक लक्ष्य के तहत बुलाया गया I am called with a purpose. उद्देश्य के तहत बुलाया गया ഒരു ലക്ഷ്യത്താലാണ് And ദൈവം therefore, വിളിച്ചിരിക്കുന്നത്. it's ഒരു not a matter ഉദ്ദേശത്താൽ whether ദൈവം I എന്നെ will make വിളിച്ചു. or not. ആകയാൽ ये नहीं है ये मुद्दा ये नहीं कि The Lord says, ഞാൻ I അവിടെ called you എത്തുമോ with a ഇല്ലയോ purpose. എന്നല്ല, അതല്ല. And so I must ഞാൻ നിന്നെ ഒരു begin വിളിയാൽ വിളിച്ചു ഒരു- my spiritual life with this, that I have a goal before me and I must progress towards that. मुझे यही था आराम करना जिसने मुझे बुलाया इसी എന്റെ മുൻപിൽ ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിൽ I am എത്തണം called with a goal. എന്നതാകണം എന്റെ So I must aim at the പ്രഥമ target from day ആദ്യത്തെ one പടി in the മുതൽ school of ഞാൻ ആ faith, ലക്ഷ്യം in the school നോക്കിയാണ് of ഞാൻ my നടക്കേണ്ടത്. life in Christ. पहले ही दिन से विश्वास की इस पाठशाला में ये मेरा യേശു ക്രിസ്തുവിന്റെയും ഈ ക്രിസ്തുവിന്റെ ഈ പാഠശാലയിൽ എന്റെ I have to ലക്ഷ്യം learn to shoot. ആദ്യത്തെ
പടി മുതൽ എന്റെ ലക്ഷ്യം That's ദൈവം what I വെച്ചിരിക്കുന്ന should learn. ലക്ഷ്യമായിരിക്കണം. Though I may not shoot at അതാണ് ഞാൻ പഠിക്കുന്നത്. the bull of the eye in the first day. I would not shoot at the ഞാൻ target the ആദ്യത്തെ first ദിവസം day. തന്നെ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുമായിരിക്കത്തില്ല. मैं अपने निशाने ना चूकूं, Yes, it could be possible that I may not shoot at the target on the first day. और पहले दिन हो सकता है कि मैं वो निशाना ना खा पाऊं, Yes. ഞാൻ ആദ്യത്തെ ദിവസം തന്നെ ആ ടാർഗറ്റിലേക്ക് ഞാൻ ഊന്നൽ, But the reality is, എന്റെ ഉന്നം ആ ലക്ഷ്യത്തിൽ എത്തണം എന്ന് ഇല്ല. ആദ്യത്തെ ദിവസം തന്നെ ഞാൻ just because I am not able to hit ആ the ലക്ഷ്യത്തിൽ target, എത്തുമായിരിക്കുകയില്ല. that I will keep hitting elsewhere. और पहले दिन जब मैं उसको निशाना लगा रहा हूं, मैं चूक रहा हूं, Not able to. और मैं उसको उसके निशाने को साध नहीं पा रहा हूं, That doesn't mean I can shoot elsewhere, तो इसका मतलब है wherever I feel like. कि मैं कहीं और जो निशाना साधूं, ഞാൻ ആ ലക്ഷ്യത്തിൽ Just ഇല്ലെങ്കിൽ because ആ I'm not able ഊന്നലിലേക്ക് to come into that realm over a period of time, I can concentrate elsewhere and live the way I want to live. और यदि मैं Yeah. उस वातावरण के अंदर या उस क्षेत्र के अंदर मैं यदि अगर नहीं आ सका, तो इसका मतलब है कि मैं എനിക്ക് ആ ലക്ഷ്യത്തിലേക്ക് ഊന്നൽ കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് that is ഞാൻ the എവിടെ attitude വേണമെങ്കിലും many have. ലക്ഷ്യം വെക്കാം എന്നത് അതൊരു I want to tell us മൂഢത്വമല്ല. very clearly tonight. ഇന്ന് അനേകരിലുള്ള ചിന്ത അതാണ്, It's not a matter എനിക്ക് whether ആ I can ലക്ഷ്യം make എത്താൻ it or not. കഴിയുകയില്ല, എന്നാൽ പിന്നെ ഏതെങ്കിലും ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്താൻ But if you are a ശ്രമിക്കും, born again പക്ഷെ അത് child of മൂഢത്വം. God, यदि आप नए जन्म पाए हुए व्यक्ति हैं, a true work of വീണ്ടും repentance ജനിച്ചൊരു and you are born again പൈതലാകുന്നുവെങ്കിൽ, genuinely, यदि आपने सच्चे पश्चाताप के साथ आपने नया जन्म, remember നിങ്ങൾ you have a യഥാർത്ഥമായ purpose, ഒരു you got a വീണ്ടും goal, ജനനത്തിന് അനുഭവവും മാനസാന്തരവും ഉണ്ടെങ്കിൽ, which is the full നിന്റെ salvation, the മുൻപിൽ fullness of ഒരു Christ. ലക്ഷ്യവും ഒരു And that is the undisputable ഒരു goal ഗോൾ to ഉണ്ട്, which you ഒരു are to come ടാർഗറ്റ് in. ഉണ്ട്. और जिसमें आप आए हैं वो निर्विवाद एक लक्ष्य है, ആ ഒരു ടാർഗറ്റിലേക്കാണ് നാം ഓരോരുത്തരും എത്തേണ്ടത്. നമ്മൾ That is ഊനം the വെക്കേണ്ടത് ആ purpose of ടാർഗറ്റിലേക്ക്. ministry. So it is not a matter whether I will make ആ or not. ടാർഗറ്റിൽ എത്താനാണ് ഏത് ശുശ്രൂഷ നമ്മളെ That സഹായിക്കുന്നത്. is what I must ഞാൻ focus ആ from day one ടാർഗറ്റിൽ in my life. എത്തിയോ എന്നതോ ഇല്ല എന്നല്ല ചോദ്യം, പക്ഷെ ആ ടാർഗറ്റിൽ We cannot be like somebody who is learning to shoot because he is not able to shoot at the target. He can, aim somewhere else. मैं उस व्यक्ति के समान ना हूं जो व्यक्ति पहले दिन निशाना साधे और चूक जाए या नहीं लगा पाए, Yes. और फिर अपने आप को वो अलग किसी और चीज में, ആ ടാർഗറ്റ് എനിക്ക് എത്താൻ കഴിയാത്തത് കൊണ്ട് You cannot do ഞാൻ that. ഊന്നൽ You should not do that. വേറെ ഏതെങ്കിലും സ്ഥാനത്തേക്ക് ഞാൻ ടാർഗറ്റ് വെക്കാൻ എനിക്ക് must അനുവാദമില്ല. ടാർഗറ്റ് മാറ്റാനായിട്ടുള്ള അനുവാദം നമുക്ക് ആർക്കുമില്ല. പക്ഷെ ദൈവം cannot shoot എന്നെ elsewhere. വീണ്ടും ജനിച്ച നാള് മുതൽ എന്റെ മുൻപിൽ We are വെച്ചിരിക്കുന്ന called to the ലക്ഷ്യമായിരിക്കണം എന്റെ ലക്ഷ്യം. Yes, we must hit the target. हमें उसी लक्ष्य को साधना, We cannot hit anywhere else. और हम निशाना, We cannot target anywhere else. और हम अपने निशाने ना, We have a God set target in our lives. परमेश्वर ने हमारे लिए निशाने बनाए, ദൈവം if we നമ്മുടെ try to മുൻപിൽ target വെച്ചിരിക്കുന്ന anything else, ഒരു we will ലക്ഷ്യസ്ഥാനമുണ്ട്. never reach our ആ സ്ഥാനത്തേക്കാണ് ഞാൻ लक्ष्य साध रहे हैं, तो हम नियति तक या मंजिल तक नहीं पहुंच पाएंगे, We ഞാൻ cannot അമ്പെയ്യുന്നു. have any other goals, saints of God. हमारे पास कोई और लक्ष्य नहीं है। Many believers today, നമുക്ക് വേറെ ഒരു they have this ലക്ഷ്യമില്ല. attitude in their heart. നമ്മുടെ അമ്പെയ്യേണ്ടത് ആ It's not ലക്ഷ്യത്തിലേക്ക്. possible. It is not പക്ഷെ ഇന്ന് possible. അനേകരില് Now this is the same ഒരു attitude മനോഭാവമുണ്ട്. Israel of old ഇത് had. We have സാധ്യമല്ല. heard the story many times. कई बार हमने ये कहानी सुनी उन इजरायलियों की जो Paul used this പലപ്പോഴും ഞാൻ story. ആവർത്തിച്ച് പറഞ്ഞ ഒരു Paul കാര്യമുണ്ട്. used this history ഇസ്രായേൽ of മക്കളുടെ Israel മനോഭാവം to ഇതാകുന്നു. explain to the New Testament believers. नए नियम के विश्वासियों के लिए उसने ये कहानी का उपयोग किया, പുതിയ നിയമ He used വിശ്വാസികളെ it. ഈ കാര്യത്തെ to teach them, to ബോധ്യപ്പെടുത്താനായി show them. പഴയ നിയമ ഇസ്രായേലിന്റെ ഉദാഹരണം How they ആവർത്തിച്ച് ഉപയോഗിച്ചു. missed that destiny in their lives. And it should not happen with അവരുടെ you. മുൻപിൽ വെച്ചിരിക്കുന്ന It's written ആ for our ലക്ഷ്യം warning. നഷ്ടപ്പെടുത്ത Many people have ഇസ്രായേൽ that മക്കളുടെ attitude ഉദാഹരണം today. ആവർത്തിച്ചു പറഞ്ഞു. When God set a goal before Israel, ഇന്ന് അനേകർക്ക് ഇസ്രായേൽ That I മക്കൾക്ക് will bring you to അതേ the land of മനോഭാവമാണ് ഇന്ന് promise. അനേകർക്കുള്ളത്. it was God's responsibility. ഞാൻ ആ വാഗ്ദത്ത God ദേശത്തിലേക്ക് will നിങ്ങളെ bring them കൊണ്ടുവരാമെന്ന് in. പറഞ്ഞു. ദൈവത്തിന്റെ But ഉത്തരവാദിത്തമാണ്. God needed their ദൈവം അവരെ cooperation. കൊണ്ടുവരുമെന്ന് ദൈവം ആ God ഉത്തരവാദിത്തം needed their ഏറ്റെടുത്തു. obedience. പക്ഷേ അവരുടെ God ഒരു needed their സഹകരണം submission. ദൈവം ആഗ്രഹിച്ചു.
God needed their honor അവരുടെ for the അവർ ആ living God അതിന് in their lives. കീഴ്പ്പെട്ടിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. They അവരുടെ അവരുടെ God ഇടയിൽ looked for faith in വസിക്കുന്ന their ജീവനുള്ള hearts. ദൈവത്തെ അവർ ആദരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. God looked for a അവരുടെ ഉള്ളിൽ relationship, ആ genuine വിശ്വാസമായി relationship in their hearts. പരിഗണിച്ച് ദൈവം ഒരു ബന്ധമാണ് അന്വേഷിച്ചത്. അവരുടെ ഉള്ളിലുള്ള ഒരു ദൈവത്തോടുള്ള ഒരു ബന്ധം അവൻ അന്വേഷിച്ചു. You know, so they had no respect ഈ for God, കാര്യങ്ങളൊന്നും അവരുടെ ഇടയിലില്ലായിരുന്നു. nor respect for their destiny. അതുകൊണ്ട് അവർക്ക് ദൈവത്തെ മാനിച്ചില്ല. That purpose unto which ആ they were saved. ലക്ഷ്യത്തെക്കുറിച്ചും അവർ മാനിച്ചില്ല. ദൈവം അവരെ രക്ഷിച്ച ലക്ഷ്യത്തെക്കുറിച്ച് അവർ മാനിച്ചില്ല. അതിനെ അവർ മാനിച്ചില്ല. They perished. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അവർ മരുഭൂമിയിൽ They were not moving towards the target. നഷ്ടപ്പെട്ടുപോയി. They said it's അവർ not ആ possible. ലക്ഷ്യത്തിലേക്ക് അവർ നീങ്ങുന്നില്ലായിരുന്നു. They അവർ said it's തെറ്റിപ്പോയി, not possible. നശിച്ചുപോയി. They ഇത് lost സാധ്യമല്ല their എന്ന് അവർ goal. പറഞ്ഞു. Yes. അവരുടെ They ആ lost their ഗോൾ destiny. അവർ നഷ്ടപ്പെട്ടു, ലക്ഷ്യം അവർ നഷ്ടപ്പെട്ടു. Now even so it is അവരുടെ today. ദൈവം വെച്ചിരിക്കുന്ന Many born-again, ഉദ്ദേശം അവരിൽ baptized, നഷ്ടപ്പെട്ടു. spirit-filled believers. ഇന്നും അത് തന്നെയല്ലേ സംഭവിക്കുന്നത്. They don't have any goal. ഇന്ന് അനേക വീണ്ടും ജനിച്ച വിശ്വാസികൾ Their goal is 200 അവരുടെ churches. ജീവിതത്തിൽ ഒരു Their ലക്ഷ്യവുമില്ല. goal is 2000 souls. അവരുടെ ലക്ഷ്യം 200 സഭ, You know, their goal 2000 is not God's goal. ആത്മാക്കൾ. And so they live a ദൈവത്തിന്റെ ലക്ഷ്യമല്ല mediocre അവരുടെ life. ലക്ഷ്യം. Means they live അതുകൊണ്ട് an ordinary അവർ life. വളരെ They live a common life. വളരെ സാധാരണ ജീവിതം And ജീവിക്കും. they are stagnant in their അവർ spiritual വളരെ life. സാധാരണമായ Saints of God, I ഒരു want to encourage സാധാരണ all. ശരാശരി ജീവിതം ജീവിക്കും. Don't say, I don't think I will make it. പക്ഷെ പ്രിയമുള്ളവരെ, I don't think I എനിക്ക് can കഴിയുമോ reach there. എന്നുള്ള ചിന്ത നിങ്ങൾ വിട്ടുകള. That's unbelief. എനിക്ക് അവിടെ എത്താൻ It's not കഴിയുമോ for you to എന്ന decide. ചിന്താഗതി വിട്ടുകള. അത് The one who has അവിശ്വാസത്തിന് called you has already അങ്ങനെ preordained and തീരുമാനിക്കാനുള്ള determined you to be brought there, തീരുമാനിപ്പാൻ but നിങ്ങൾക്ക് കഴിയുകയില്ല. he cannot compel and drag anybody there. Yes. ദൈവം നിശ്ചയിച്ചു നിങ്ങളെ അവിടെ കൊണ്ടുവരണമെന്ന്. പക്ഷെ അതിലേക്ക് നമ്മൾ ആരെയും Your വലിച്ചു unbelief കൊണ്ടുവരികയില്ല. can ദൈവം നമ്മുടെ cost- ജീവിതത്തിലാകെ നമ്മൾ cost you അവനോട് at terrible സഹകരിച്ച് loss, അവൻ as Israel അവൻ നമ്മളെ അവിടെ എത്തിക്കും. നാം ഇങ്ങനെ അവനെ വിശ്വസിച്ചില്ലെങ്കിൽ നമ്മുടെ So, I ജീവിതത്തിൽ want ഒരു to urge us നിത്യ tonight. നാശം ഇല്ലെങ്കിൽ We must നഷ്ടം lead our അനുഭവിക്കേണ്ടി lives വരും. toward maturity. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ ഓരോരുത്തരെയും in Christ പ്രബോധിപ്പാൻ Jesus. ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിലുള്ള lead our പൂർണ്ണതയായിരിക്കണം നമ്മുടെ ലക്ഷ്യവും നമ്മുടെ Until ഭാരം. Christ is fully formed in us. നമ്മുടെ ജീവിതം Until his ക്രിസ്തു character നമ്മളിൽ and life പൂർണ്ണമായി is formed in us. രൂപപ്പെടുവോളം നമ്മൾ This is the target. നമ്മൾ നമ്മൾ ക്രിസ്തുവിന് നമ്മൾ And we have to നമ്മളെ തന്നെ shoot to the ഏൽപ്പിച്ചു target. കൊടുക്കണം. അതാകുന്നു You നമ്മുടെ know, we are not to ലക്ഷ്യസ്ഥാനം, shoot wherever it will please us. അതാകുന്നു നമ്മുടെ ഗോൾ. But we begin to shoot നമ്മൾ എവിടെങ്കിലും അമ്പ ചെയ്യാൻ ഉള്ള and aim at the അനുവാദമില്ല. target. I want to tell you, a day will come, you will reach there. ആ ലക്ഷ്യത്തിലേക്കാണ് Now, when we turn to the book of Philippians, ഉന്നം വെച്ച് അമ്പെയ്യേണ്ടത്. chapter 3, Philippians chapter 3, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം and verse 13 and 14. 12, 13 and 14. ഫിലിപ്പിയർ 3:13-14. Not as though I had already attained, either were already perfect, but I follow after that, if that I may apprehend that for which also I am apprehended of Christ Jesus. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. Brethren, I count not myself to have apprehended, but there's one thing I do, forgetting those things which are behind, I reach forth unto those things which are before. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്നും ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നു. Yes. I press toward the mark for the prize of the high calling of God
in Christ Jesus. വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ताकि वह इनाम पाऊं जिसके लिए परमेश्वर ने मुझे मसीह यीशु के ऊपर I would like to read from J.B. Phillips' translation. Yet, my brothers, തർജ്ജമയിൽ ഞാൻ I do വായിക്കട്ടെ. not consider myself to have arrived spiritually, nor do I consider myself already perfect, but I keep going on, grasping ever more firmly that purpose for which Christ grasped me. My brothers, I do not consider myself to have grasped it even now, but I do concentrate on this. I leave the past behind, and with hands outstretched to whatever lies ahead, I go straight for the goal. Hallelujah. My reward, the honor of being called by God in Christ Jesus. It's a very precious translation. It says, my brothers, I do not consider myself to have fully apprehended it even now. ഇപ്പോഴും സഹോദരന്മാരെ ഞാനത് പ്രാപിച്ചു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. Much later in his life. പൗലോസ് ഇത് എപ്പോഴാ പറഞ്ഞത്? From prison he writes. അവന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഇത് പറഞ്ഞത്. He writes this. അവൻ കാരാഗൃഹത്തിൽ And he എഴുതിയ says, വാക്കുകളാണിത്. even now, ഇപ്പോഴും having raised up many ഇത്രയും churches, വർഷം ഞാൻ നടന്നിട്ടും saved many souls, അനേക സഭകളെ ഞാൻ healed many ഉയർത്തിയ ശേഷം, people, അനേക suffered many things for വിശ്വാസികളെ Christ, വീണ്ടും ജനിക്കുവാൻ അവരെ സഹായിച്ചു, wrote many അനേകരെ letters to church. അനേക അത്ഭുതങ്ങൾ ചെയ്ത ശേഷം, he says, I don't think പല സഭകൾക്കും ലേഖനങ്ങൾ എഴുതിയ ശേഷം, even now, I don't think I ഞാൻ have apprehended, പ്രാപിച്ചു എന്ന് ഞാൻ but I do ചിന്തിക്കുന്നില്ല. concentrate on this. ഇപ്പോഴും ഞാൻ പ്രാപിച്ചു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. I do പക്ഷെ ഞാൻ concentrate ഒരു on this കാര്യത്തിൽ ഞാൻ goal. ലക്ഷ്യം വെക്കുന്നു. ഞാൻ I ശ്രദ്ധിക്കുന്നു. leave the past behind. ഈ ഒരു ലക്ഷ്യത്തിലേക്ക് Whether ഞാൻ there are ശ്രദ്ധിക്കുന്നു. success or ഞാൻ gains പിന്നിലുള്ളത് or മറന്ന് losses, whatever he says, I do, I leave them behind. അത് എന്റെ നേട്ടങ്ങളാട്ടെ, And with hands എന്റെ outstretched to whatever lies പരാജയങ്ങളാട്ടെ, ahead. ഞാൻ പ്രാപിച്ചതാട്ടെ, അതൊക്കെ ഞാൻ പിന്നിൽ മറന്ന് ഞാൻ മുൻപിലുള്ളതിനു വേണ്ടി ഞാൻ the 20th century New Testament translation says, and strain my every nerve for that which is in front. जो मेरे सामने है उसके लिए मैं यहाँ എന്റെ എല്ലാ ഞരമ്പുകളും ആ ലക്ഷ്യത്തിൽ എത്താനായി That ഞാൻ which സ്ട്രെയിൻ lies ചെയ്യുന്നു. ahead. जो मेरे सामने है And strain my every nerve और मेरी हर एक ഇത് സ്വന്തമാക്കാനായി തീവ്രമായി for that which പരിശ്രമിക്കുന്നു lies in front. എന്നാകുന്നു ഒരു തർജ്ജമയിലിട്ടത്. How precious that is. എന്റെ മുൻപിലുള്ളതിനെ How precious that is. പ്രാപിക്കേണ്ടതിന് A man ഞാൻ who has തീവ്രമായി ഞാൻ Done so പരിശ്രമിക്കുന്നു. much of ministry, so many things, he says, I'm still stressing and stretching out to the goal. Hallelujah. कि जो लक्ष्य मेरे सामने है मैं उस लक्ष्य की ओर ഇത്രയും ശുശ്രൂഷയും ഇത്രയും ദൈവം ഉപയോഗിച്ച ഈ വ്യക്തി പറയുന്നത്, ഞാൻ ഇപ്പോഴും തീവ്രമായി ശ്രമിക്കുന്നു, പരിശ്രമിക്കുന്നു ഈ ലക്ഷ്യം പ്രാപിക്കേണ്ടതിന്, ആ ലക്ഷ്യത്തിൽ ഞാൻ What do എത്തേണ്ടത്. we see today? ഇന്നത്തെ Where the ഒരു leaders ഇന്നത്തെ are. ആത്മീയ അവസ്ഥയും They're അന്നത്തെ relaxing. പൗലോസിന്റെ They are in a place മനോഭാവം of തമ്മിൽ ഉള്ള satisfaction. വിരോധാഭാസം I've ഒന്ന് written ശ്രദ്ധിക്കും. books. I've saved many ഇന്ന് അനേകർ souls. തൃപ്തരായിരിക്കുന്നു. So many ഞാൻ churches have പുസ്തകങ്ങൾ been എഴുതി, raised. ഞാൻ God is അനേകരെ happy with my സ്നാനപ്പെടുത്തി, life. ഞാൻ അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവന്നു. Many crowns are ദൈവം waiting for എന്റെ me. ജീവിതത്തിൽ സന്തോഷിക്കുന്നു. Many crowns are waiting for me. എനിക്ക് വേണ്ടി അനേക കിരീടങ്ങൾ എനിക്ക് വേണ്ടി I want to കാത്തിരിക്കുന്നു. tell you, what we see today is something very nauseating to me. और बहुत सारी जो चीजें हैं वो देख के मुझे सच में घृणा ഇന്ന് നമ്മൾ കാണുന്നത് Nauseating, പലതും vomiting. मेरे को बड़ा घृणित महसूस Yeah, it's very, very sad to see. बहुत ही दुखी होता हूँ വളരെ People live in such a realm വളരെ of great വേദനകരമായ satisfaction and കാര്യമാണ്. contentment. और बहुत सारे लोग बहुत ही संतुष्टि और आत्मसंतुष्टि में हैं
ഇന്ന് അനേകർ let me just read another തൃപ്തി അടഞ്ഞവരായി തുടരുന്ന കാണുമ്പോൾ അതെന്നെ വളരെ വേദനിപ്പിക്കുന്നു. എനിക്കത് അറപ്പുളവാക്കുന്നു. വേറൊരു തർജ്ജമയിലും വായിക്കാം. This is Message translation. It says, I'm not saying that I have this all together, that I have it made, but I am well on my way reaching out for Christ, who has so wondrously reached out for me. Friends, don't get me wrong. By no means I do count myself an expert in all of this, but I've got my eye on the goal. Hallelujah. I've got my eye on the target. I have got my eye on the goal. മറ്റൊരു തർജ്ജമ പറയുന്നത്, എന്റെ Where God is കണ്ണ് beckoning us ഞാൻ onward. ആ ഒരു Hallelujah. ലക്ഷ്യത്തിൽ ഞാൻ Onward ഊനം to വെച്ചിരിക്കുന്നു, Jesus. ഞാൻ ശ്രദ്ധിക്കുന്നു. എന്റെ is ആ this man? കണ്ണ് ആ ലക്ഷ്യത്തിൽ He met നിന്ന് Christ on the ഞാൻ road to ഇടവും Damascus. വലവും തിരിയാൻ ഞാൻ തയ്യാറല്ല. Such a tremendous revelation. ദമാസ്കസ് Anointed പടിവാതിൽക്കൽ of വെച്ച് God, ദൈവത്തെ അവൻ separated to be an സന്ധിച്ചു. വലിയ apostle. വെളിപ്പാട് അവൻ ലഭിച്ചു. ദൈവത്തിനായി അവന്റെ അപ്പോസ്തലനായി വേർപെട്ട് ജീവിക്കാൻ തയ്യാറായ പൗലോസ്. You know, God mightily used this man. He says, I've വ്യക്തിയെ got my ദൈവം eye വളരെ on the ശക്തമായി goal. ഉപയോഗിച്ചു. The goal was not churches, the goal was പക്ഷേ ഈ not വ്യക്തി saints, it പറയുന്നത്, was not എന്റെ miracles, കണ്ണ് it was not ആ writing books and ശ്രദ്ധയിൽ epistles. ആ ലക്ഷ്യത്തിൽ ഞാൻ ഊന്നൽ വെച്ചിരിക്കുന്നു, ഉന്നം വെച്ചിരിക്കുന്നു. Not even saving souls. I got my eye on the goal. അനേകരെ രക്ഷിക്കണം എന്നല്ല അവന്റെ Where ലക്ഷ്യമായിരുന്നു. God is beckoning us. എന്റെ Onward to കണ്ണ് ആ Jesus. ലക്ഷ്യത്തിൽ ഞാൻ വെച്ചിരിക്കുന്നു. ദൈവം നമ്മളെ വെച്ചിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് ഞാൻ വെച്ചിരിക്കുന്നു. I am off and running and I am not turning back. Hallelujah. ഞാൻ പിന്തുടരാൻ തയ്യാറല്ല, പിന്മാറാൻ തയ്യാറല്ല. ഞാൻ പിന്മാറാൻ It's തയ്യാറല്ല. time for us to look at our own lives. ഞാൻ മുന്നോട്ട് ഓടുന്നു. We are living in a time നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് people പരിശോധിക്കേണ്ട ഒരു സമയമാണിത്. have drawn false finish lines in the spiritual race. തെറ്റായ ലക്ഷ്യസ്ഥാനങ്ങളെ വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ആത്മീയഗോളത്തിൽ കാണുന്നത്. Today's leaders have drawn false finish lines than the finish line that God has destined for His church. ദൈവം വെച്ചിരിക്കുന്ന ലക്ഷ്യത്തിന് ഉപരിയായി മനുഷ്യരൊരുക്കിയിരിക്കുന്ന ലക്ഷ്യമാണ് ഇന്ന് അനേക But that is not നേതൃത്വത്തിലുള്ളവർ God's ഊന്നൽ that is കൊടുക്കുന്നതും not God's പ്രസംഗിക്കുന്നു. finish line. These are false ദൈവത്തിന്റെ finish ലക്ഷ്യസ്ഥാനം lines drawn അതൊന്നുമല്ല. by many leaders. Look at where Paul was running. ശുശ്രൂഷകളും നേതൃത്വത്തിലുള്ളവരും ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യസ്ഥാനങ്ങളാണ് പലതും. Is he doing anything? പക്ഷേ അപ്പോസ്തലൻ പൗലോസ് Doing ഓടിയ nothing. ലക്ഷ്യസ്ഥാനത്തിലേക്കാണോ Just in നമ്മൾ the Roman ഓടുന്നത്? dungeon, Roman jail. ഒരു കാരാഗരത്തിൽ ഇരുന്നു Physically, he's not അപ്പോസ്തലൻ doing പൗലോസ് any പറയുന്നത്, work. ഞാൻ ഓടുന്നു. The Roman government taken away everything from അവൻ him. ഒരു വേലയും ചെയ്യുന്നില്ല. Only that was left. റോമ സാമ്രാജ്യം അവന്റെ എല്ലാ സ്വാതന്ത്ര്യവും മാറ്റിവെച്ചു, എടുത്തു കളഞ്ഞു. That Christ they could not take away from him. അവന്റെ ജീവിതത്തിൽ And then he says, I run. I run. ശേഷിച്ചിരുന്നത് Oh, what a ക്രിസ്തു tremendous മാത്രമായിരുന്നു. thing that is, brothers and sisters. ആ I want you to ലക്ഷ്യത്തിലേക്ക് ഞാൻ meditate ഓടും. on this. Walk in agreement with this God. ഈ ഒരു കാര്യത്തിൽ ഒന്ന് നിങ്ങൾ Walk in ധ്യാനിക്കുക. agreement with this call in ഈ your life. ദൈവത്തോട് യോജിച്ചു പോകുക. That is what I want to urge you to. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വെച്ചിരിക്കുന്ന very important for me. ഒരു It's very important for വിളിയിലേക്ക് you. നിങ്ങൾ യോജിച്ചു പോകുക. It's important for all ഇത് of us. ആവശ്യമുള്ളതാണ്. And I want നിങ്ങൾക്കും to say എനിക്കും to ഇത് you വളരെ tonight one ആവശ്യമുള്ളൊരു കാര്യം. I am not satisfied ഈ രാത്രി സമയം ഒരു കാര്യം to be പറയാം. an ordinary believer. ഞാൻ തൃപ്തനല്ല. You know, from the time I was ഒരു born സാധാരണ again, ശരാശരി വിശ്വാസിയായി ജീവിപ്പാൻ have this ഞാൻ light. തയ്യാറല്ല.
ഞാൻ വീണ്ടും ജനിച്ച നാൾ But മുതൽ something deep within me ഈ വെളിച്ചം എനിക്കില്ലായിരുന്നു. began to urge me. എന്റെ ഉള്ളിൽ There എന്തോ is ഒന്ന് something more than what എന്റെ you are ഉള്ളിൽ എന്തോ coming ഒന്ന് to. എന്നെ നിർബന്ധിക്കാൻ തുടങ്ങി. നീ And I വലിയ thank ഒരു God രക്ഷയിലേക്കാണ് നീ വന്നിരിക്കുന്നത് the- എന്ന് the- എന്റെ the ഉള്ളിൽ nudging of the എന്നോട് Holy ഇടപെടാൻ Spirit. ദൈവം You know, I was അത് born again in a ദൈവത്തിന്റെ എന്റെ Methodist ജീവിതത്തിൽ church. ഉള്ള ഒരു ആഹ്വാനമായിരുന്നു. ഞാനൊരു മെത്തഡിസ്റ്റ് I was സഭയിലായിരുന്നു ഞാൻ raised വീണ്ടും up in ജനിച്ചത്. an Anglican church background. ഞാൻ ഒരു ആംഗ്ലിക്കൻ സഭയിലാണ് ഞാൻ ജനിച്ചു I was വളർന്നത്. raised up. I grew. And then in a Methodist church, I was born again. And then I was baptized. ഞാനൊരു my brother ആംഗ്ലിക്കൻ and sister. സഭയിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അതിനുശേഷം ഞാൻ വീണ്ടും ജനിച്ചത് ഒരു മെത്തഡിസ്റ്റ് സഭയിലായിരുന്നു. And ഒരു I want to ബ്രദറൻ tell you one സഭയിലാണ് thing. ഞാൻ സ്നാനപ്പെട്ടത്. It is God's mercy that the പക്ഷേ ഞാൻ ഒരു Lord കാര്യം placed പറയട്ടെ. within me. അത് ദൈവത്തിന്റെ കൃപയാണ്. You know, that I could be എന്റെ sensitive ഉള്ളിൽ to the ദൈവം Holy ഇങ്ങനൊരു Spirit. ആഗ്രഹം ഇട്ടു. The Spirit of God trying ഞാൻ to ഈ tell me ആയിരുന്ന that there is something more. ഇടങ്ങളിലൊക്കെയും ദൈവാത്മാവിനോട് ഞാൻ ഉണർന്നിരുന്നു. ഇനി എന്തോ ഉണ്ട് And I thank മകനെ God. എന്ന ആ ശബ്ദം ഞാൻ You know, വീണ്ടും വീണ്ടും I കേൾക്കാൻ couldn't be ദൈവം സഹായിച്ചു. ഞാൻ അതിനായി satisfied ദൈവത്തെ സ്തുതിക്കുന്നു. with that things that surrounded me in my spiritual life. എന്റെ ആത്മീയ ജീവിതത്തിൽ a എന്റെ dissatisfaction ചുറ്റിലുമിരുന്ന was within my കാര്യങ്ങളിൽ spirit. എനിക്ക് തൃപ്തനായി ഇടുവാൻ കഴിഞ്ഞില്ല. You know, I was not എന്റെ ഉള്ളിൽ satisfied with ഒരു what I am. അതൃപ്തി ഉണ്ടായിരുന്നു. ഞാൻ ആയിരുന്ന അവസ്ഥയിൽ ഞാൻ And I looked തൃപ്തനല്ലായിരുന്നു. unto എന്റെ അവസ്ഥയെക്കുറിച്ച് ഞാൻ And I thank തൃപ്തനല്ലായിരുന്നു. God, He is ഞാൻ always ദൈവത്തിലേക്ക് നോക്കി. there to lead us when we hunger for Him. Hallelujah. അവന് വേണ്ടി നാം വിശക്കുമ്പോൾ And നയിപ്പാൻ as God began to തയ്യാറുള്ളവനാകുന്നു open നമ്മുടെ my കർത്താവ്. spiritual eyes, ദൈവം when എന്റെ he began to ആത്മീയ open my കണ്ണുകളെ spiritual തുറക്കുവാൻ eyes, തുടങ്ങിയപ്പോൾ you know, and I caught a ദൈവം എന്റെ ആത്മീയ glimpse കണ്ണുകളെ of തുറക്കുവാൻ this തുടങ്ങിയപ്പോൾ life in Christ Jesus. You know, I was യേശുക്രിസ്തുവിലുള്ള so ജീവനെ excited കാണുവാൻ in ദൈവം my എന്നെ spiritual സഹായിച്ചപ്പോൾ man. എന്റെ I ആത്മീയ didn't see ജീവിതത്തിൽ much, ഞാൻ വളരെ But I ഉണർന്നു saw a സന്തോഷിച്ചു. glimpse, a crack ഞാൻ in എല്ലാം the കണ്ടില്ല, heavens. പക്ഷെ ഒരു അല്പം ഞാൻ കണ്ടു. You know, a little light there. And my സ്വർഗത്തിൽ spiritual ഒരു man ചെറിയ was വിള്ളൽ ഞാൻ excited. കണ്ടു. ആ വിള്ളൽ നിന്ന് When I വന്ന realized what I'm ആ called വെളിച്ചം to എന്നെ by ആകർഷിച്ചു. salvation. എന്റെ And രക്ഷയിൽ I want to ദൈവം tell എന്നെ you, brothers and വിളിച്ചിരിക്കുന്ന sisters, ആ ലക്ഷ്യം this is എന്തെന്ന് not of any തിരിച്ചറിയാൻ spiritual തുടങ്ങിയപ്പോൾ pride. അതെന്നെ ഉത്തേജിപ്പിച്ചു. This is not something of any അഹങ്കാരത്തോടെ kind അല്ല ഞാൻ ഈ of, കാര്യങ്ങൾ പറയുന്നത്. great attainment. But I want to എന്റെ humbly tell us ജീവിതത്തിൽ ഞാൻ tonight, വലിയ നേട്ടങ്ങൾ നേടിയ കറുത്തല്ല ഞാൻ when I പറയുന്നത്. began to see ഞാൻ what I'm താഴ്മയോടെ called to, പറയാൻ ആഗ്രഹിക്കുന്നത് I can say ദൈവം എന്തിനാണ് എന്നെ honestly, വിളിച്ചിരിക്കുന്നതെന്ന് കാണാൻ ഞാൻ subsequently, ആരംഭിച്ചപ്പോൾ ഞാൻ I am ആത്മാർത്ഥതയോടെ എനിക്കൊരു കാര്യം becoming പറയാം. what I saw. എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചത്, I want to ഞാൻ tell this എന്ത് argument. കണ്ടോ അതായി തീരുവാൻ തുടങ്ങി. I am coming ഞാൻ into വീണ്ടും what പറയട്ടെ. I saw. In small ഞാൻ എന്ത് കണ്ടോ measures. അതിലേക്ക് വരുവാൻ You know, I don't say അല്പം I'm അല്പമായി ദൈവം എന്നെ satisfied, സഹായിക്കുന്നു. but I'm in the same place of great ഞാൻ dissatisfaction. തൃപ്തനാകുന്നു ആയിരിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല. എന്റെ And ഉള്ളിൽ I ഞാൻ wish ഒരു to say വലിയ in the words of Paul that I അസംതൃപ്തിയിലാകുന്നു. want to stretch myself fully to that goal which is before me. എന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ തീവ്രമായി പരിശ്രമിക്കുന്നു എന്ന കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. I know what it is to taste എന്റെ the പ്രിയപ്പെട്ടവരെ, feast എനിക്ക് of Passover. പറയാനുള്ളത് ഇതാകുന്നു. I know what it is to taste the feast of Passover. പെസഹ പെരുന്നാളിന്റെ രുചി ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പെസഹ പെരുന്നാൾ എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. I have tasted. ആത്മീയമായ പെസഹ പെരുന്നാൾ Parakleya. അനുഭവം I have experienced എനിക്കുണ്ട്. Jesus, the Lamb of God. കുഞ്ഞാടായ I have been ക്രിസ്തുവിനെ born from above. ഞാൻ ഭക്ഷിച്ചു. I ഞാൻ know I am a ഉയരത്തിൽ child നിന്ന് of God. വീണ്ടും ജനിച്ചു. I have ഞാൻ seen ഒരു ദൈവ that പൈതലാകുന്നു my എന്ന് എനിക്ക് born again പൂർണ്ണ ഉറപ്പുണ്ട്. experience with water baptism.
വീണ്ടും ജനനത്തിന്റെ ആ അനുഭവം Yes. I'm glad that I've experienced the ജലസ്നാനത്താൽ feast of ഞാൻ Pentecost. അതിനെ മുദ്രയിട്ടു. पेंटिकॉस्ट पर्व का मैंने अनुभव किया। Yes, and I'm not ashamed of this gospel. പെന്തിക്കോസ് അനുഭവം അതിനുശേഷം ദൈവം എനിക്ക് നൽകി. समाचार है उसे लज्जित नहीं हूँ। And I'm not ashamed of the spiritual heritage I have in Christ Jesus. मसीह में जो जो मेरी संपदा है, ഈ സുവിശേഷത്തെക്കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല. I'm ഈ not ക്രിസ്തുവിന്റെ ഈ പാരമ്പര്യത്തെക്കുറിച്ചും ഞാൻ Though many ലജ്ജിക്കുന്നില്ല. fundamentalists ഞാൻ ലജ്ജിക്കുന്നില്ല. जो आधारभूत लोग हैं, and many theologians बुनियादी जो धर्मशास्त्री हैं, are discussing अनेक about the Holy Ghost देवशास्त्रज्ञ baptism, और परमेश्वर के आत्मा के बपतिस्मे के बारे में പരിശുദ്ധാത്മാവിന്റെ right or wrong, സ്നാനത്തെക്കുറിച്ച് അനേകർ whether one should തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ speak in tongues or not, അത് ആവശ്യമാണോ ഇല്ലയോ, അത് ശരിയാണോ whether തെറ്റാണോ, that is a sign or ആ not, പരിശുദ്ധാത്മാഭിഷേകത്തിൽ അവർ whether that is a അന്യഭാഷയിൽ sign, സംസാരിക്കണോ speaking in വേണോ, tongues is a sign അതൊരു or not. അടയാളമാണോ ഇല്ലയോ എന്നൊക്കെ തർക്കിക്കൊണ്ടിരിക്കുമ്പോൾ അനേകർ ഇതിനെക്കുറിച്ചൊക്കെ തർക്കവിഷയമായി is the അവർ sign or തർക്കിക്കുമ്പോൾ correct. You know, while many are discussing about it, thousands are being baptized ഈ in the Holy കാര്യത്തെക്കുറിച്ച് Spirit, അനേകർ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ who are hungry, മറുവശത്ത് and seeking the അനേകർ Lord. ആത്മാഭിഷേകം പ്രാപിക്കുന്നു. they are being filled in the Spirit. വിശക്കുന്നവരെയും They are receiving the ദൈവത്തെ gifts of the അന്വേഷിക്കുന്നവരുടെയും ജീവിതത്തിൽ അവർ While ആത്മാഭിഷേകം some പ്രാപിക്കുന്നു. are or many are ആത്മവരങ്ങൾ debating അവർ about the പ്രാപിക്കുന്നു. reality of the book of Acts, और जबकि बहुत सारे लोग जो प्रेरितों की पुस्तक के അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിന്റെ you know, there are യാഥാർത്ഥ്യത്തെ those കുറിച്ച് who are അനേകർ hungry, തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ experiencing what the book of Acts speaks about. जो लोग भूखे हैं वो प्रेरितों की पुस्तक में लिखी हुई इस बात അപ്പോസ്തല പ്രവൃത്തികൾ What I'm പറഞ്ഞിരിക്കുന്ന trying to say is, കാര്യങ്ങൾ brothers and അനുഭവിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട്. The purpose of ഞാൻ പറയാൻ Pentecost ഇച്ഛിക്കുന്നത് ഇതാണ് പ്രിയമുള്ളവർ. is to bring us, പെന്തിക്കോസിന്റെ ലക്ഷ്യവും ഉദ്ദേശവും it is to bring us to the Feast of Tabernacles. वो हमें तंबू के पर्व के अनुभव में The purpose of the Feast of കൂടാര Pentecost പെരുന്നാളിലേക്ക് നമ്മളെ is to bring കൊണ്ടുവരാനാണ് us onward to the പെന്തിക്കോസ് Feast പെരുന്നാളിന്റെ of Tabernacles. ലക്ഷ്യം के पर्व का ഉദ്ദേശം. ये है कि वो हमें പെന്തിക്കോസ് പെരുന്നാൾ അനുഭവിച്ചതിന്റെ കാരണം അതിൽ മുഖാന്തരം നമ്മെ The heavenly കൂടാര husbandman പെരുന്നാളിലേക്ക് നമ്മളെ ഒരുക്കേണ്ടതിനാണ്. स्वर्गीय किसान Will receive the harvest ताकि वो फसल पाए of that third dimension. സ്വർഗീയ കൃഷിക്കാരൻ तीसरे आयाम The ആ husbandman will മൂന്നാം receive തലത്തിൽ ഉള്ള the harvest ആ of വിളവ് the അവൻ third അനുഭവിക്കും. dimension. और वो किसान जो उस तीसरे ആ 100 മേനി He will വിളവ് receive the ഈ 100-fold, കൃഷിക്കാരൻ in other പ്രാപിക്കും. 100% जो है गुना 100 गुना Not ഈ 30-fold, 100 not മേനി 60-fold, ഉള്ള but വിളവ് 100-fold. ഈ കൃഷിക്കാരൻ അവൻ ലഭിക്കും. 30ഉം 60ഉം The അല്ല, husbandman is 100 waiting മേനി for വിളവ് that. ഈ സ്വർഗീയ കൃഷിക്കാരൻ ആ വിളവെടുക്കും. He has got ആ long വിളവിന് വേണ്ടി patience. കൃഷിക്കാരൻ Lord Jesus is കാത്തിരിക്കുന്നു. waiting for it. അവൻ അതിനുവേണ്ടി He ദീർഘക്ഷമയുണ്ട്. will receive the early and the അവൻ latter അതിനുവേണ്ടി rain, കാത്തിരിക്കുന്നു. प्रथम और अंतिम बरसात as we saw അവൻ from James chapter 5 ആദ്യവും and verse 7. പിന്മഴയും മുൻമഴയും പിന്മഴയും याकूब की पत्र We യാക്കോബിന്റെ are not ലേഖനം turning 5-ാം to that അധ്യായത്തിൽ because നമ്മൾ we know that വായിച്ചതുപോലെ scripture. हम जानते हैं उस वचन को The early or the former rain പിന്മഴയും അല്ല was the മുൻമഴയും outpouring of the പിന്മഴയും Holy നൽകി Ghost, അവൻ ആ 100 മേനി വിളവ് which fell അവൻ upon the പ്രാപിപ്പാൻ church in the അവൻ അത് ലഭിക്കും. first century. और पहली सदी में पवित्र आत्मा उमड़ी ആദ്യ The നൂറ്റാണ്ടിൽ former rain ലഭിച്ച fell upon the മുൻമഴയും church. और जो पहली जो बरसात है कलीसिया पर उमड़ी And we read ആദ്യ about that in the book of നൂറ്റാണ്ടിലാണ് Acts chapter 2. മുൻമഴ സഭയ്ക്ക് ലഭിച്ചത്. And then it അത് continued to അപ്പോസ്തല പ്രവൃത്തികൾ fall. 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു. And we ആ know മഴ that this was തുടർന്ന് restored back again to the പെയ്തുകൊണ്ടിരുന്നു. church in the beginning of the 20th century. और 20वीं सदी के आरंभ में इन चीजों का अनुभव 20-ാം നൂറ്റാണ്ടിന്റെ We ആരംഭത്തിൽ thank God ഈ for that. മുൻമഴയുടെ അനുഭവം You know, ദൈവം but the വീണ്ടും latter സഭയ്ക്ക് rain നൽകി. അതിനായി ദൈവത്തെ Is സ്തുതിക്കുന്നു. the present visitation of the പക്ഷെ Lord, പിന്മഴ मान उसका भेंट कर which is to ഇന്ന് come at the ദൈവം end of അവന്റെ this സഭയെ age. സന്ദർശിക്കുന്ന അനുഭവമാണ്. Yes, ഈ യുഗത്തിന്റെ which God's അവസാനം people experienced അനുഭവിക്കേണ്ടതാണ് in പിന്മഴ. 1948. और जिसे कि 1948 1948 ആ And it കാലഘട്ടം is മുതൽ still ദൈവം ഈ falling, പിന്മഴ please. അവന്റെ സഭയ്ക്ക് അയച്ചുകൊണ്ട്
as it rained or ആ മഴ it fell ഇന്നും upon the day of തുടരുന്നു. Pentecost and continued to fall as we read the book of Acts, even so the latter rain has fallen upon his church in the revival 1948, and it is still falling upon his church upon this earth. Hallelujah. പെന്തിക്കോസ് നാളിൽ ആ മുൻമഴ ആദ്യമായിട്ട് പെയ്യുകയും ആ മഴ തുടർന്നും പെയ്തതുപോലെ തന്നെ ഈ പിന്മഴയും ദൈവസഭയ്ക്ക് ദൈവം 1948 കാലഘട്ടത്തിൽ നൽകിയും ഇപ്പോഴും ആ മഴ അധികമായി ദൈവം നൽകി. ഇന്നും ആ പിന്മഴയുടെ മഴ ദൈവസഭയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. Yes, and it's still continuing to fall. So the latter rain that God poured out on his church, whether it was the restoration of the fivefold ministry and the end time, things by the Holy Spirit, I want to tell you that rain is still falling on the church. സഭയുടെ മേൽ The latter പിന്മഴ rain മുഖാന്തരം is a harvest ദൈവം ദൈവം that will വരങ്ങളെയും bring the ഒക്കെ harvest to മടങ്ങി maturity. ആ മഴ ഇപ്പോഴും Hallelujah. തുടരുന്നു. ഈ That will bring the പിന്മഴയുടെ harvest to ഉദ്ദേശം വിളവിനെ അപൂർണതയിലേക്ക് He will receive to കൊണ്ടുവരാനാണ്. himself a 100 മേനി വിളവ് glorious കിട്ടാനാണ് and overcoming ദൈവം church. പിന്മഴയെ സഭയുടെ മേൽ അയക്കുന്നത്. അതിജീവിക്കുന്ന ഒരു സഭ അവന് പ്രാപിക്കേണ്ടതിനാകുന്നു അവൻ ഈ പിന്മഴ അയക്കുന്നത്. And I declare in the എഫേസ്യർക്കെതിരെ name ലേഖനം of the 5-ാം Lord അധ്യായത്തിന്റെ tonight, 26-27 നമ്മൾ വായിച്ചത്. യഹോവയുടെ that there നാമത്തിൽ will be ഞാൻ some of us who will live to പ്രഖ്യാപിക്കുന്ന see a visitation of God that is beyond what we can ask or think. Hallelujah. നമ്മൾ ചിന്തിക്കുകയും നമ്മൾ നനയ്ക്കുകയും േക്കാൾ ഉപരിയായിട്ടുള്ളൊരു അനുഭവത്തിലേക്ക് ഇന്ന് എന്നെ കേൾക്കുന്ന ചിലർ അനുഭവിക്കുമെന്ന് ഞാൻ There will be പ്രഖ്യാപിക്കട്ടെ. some of us who will live to see a യേശുക്രിസ്തുവിന്റെ visitation നാമത്തിൽ of ഞാൻ ഈ God കാര്യം പ്രഖ്യാപിക്കട്ടെ. ദൈവത്തിന്റെ സന്ദർശനം അനുഭവിക്കുന്ന ഒരു ജനം that ഇന്നുണ്ട്. is beyond what you can ask or think. അവർ That ചോദിക്കുന്നതിനേക്കാളും will bring the saints into നനയ്ക്കുന്നതിനേക്കാളും maturity. ഉപരിയായി അവർ അനുഭവിക്കും. And I want to tell you one thing. ദൈവസഭയെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുന്ന ഒരു അനുഭവം അവർ അനുഭവിക്കും. ഞാൻ അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ കാര്യം പറയട്ടെ. ആ ഒരു I പ്രത്യാശയിൽ want ഞാൻ to walk ജീവിക്കാൻ in ആഗ്രഹിക്കുന്നു. that glorious hope. ഇങ്ങനെയുള്ളൊരു ദൈവത്തിന്റെ പ്രവൃത്തി, I want to ഈ walk ഒരു in agreement വലിയ with God പ്രത്യാശയുടെ and His വെളിച്ചത്തിൽ ഞാൻ word. നടക്കാൻ ആഗ്രഹിക്കുന്നു. Despite all my situations, ദൈവവചനത്തോട് യോജിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. despite all my എന്റെ circumstances, ജീവിതത്തിലുള്ള എല്ലാ സാഹചര്യത്തിനും ഉപരിയായി, despite all my battles, എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന എല്ലാ whether within പ്രയാസങ്ങളും or ഉപരിയായി, without, എല്ലാ I തടസ്സങ്ങളും want to ഉപരിയായി, walk in agreement with God. അകമേയും പുറമേയുമുള്ള തടസ്സങ്ങളുടെ I want to walk in agreement with His word. ഉപരിയായി That there is a visitation of God ദൈവവചനത്തോടും യോജിച്ചു that പോകാൻ is ഞാൻ ആഗ്രഹിക്കുന്നു. beyond what we can ask or think. ദൈവത്തിന്റെ ഒരു സന്ദർശന കാലമുണ്ട്. നമ്മൾ ചിന്തിക്കുകയും God will bring നനയ്ക്കുകയും His church into maturity. ചോദിക്കുകയും നേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു I remember Enoch once again ഒരു tonight. സന്ദർശനം യഹോവ ദൈവത്തിൽ നിന്നുണ്ട്. He saw ആനോക്കിനെ something. വീണ്ടും എനിക്ക് ഓർമ്മ He വരുന്നു. saw something in God's heart. അവൻ ചിലത് കണ്ടു. He began to walk with God. അവൻ ദൈവത്തിന്റെ He walked in ഹൃദയത്തിലുള്ള ചിലത് agreement കണ്ടു. with God. അവൻ ദൈവത്തോടുകൂടെ നടക്കാൻ തുടങ്ങി. And I would like to turn us to അവൻ the book of Jude. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. യൂദയുടെ ലേഖനം ഒന്ന് വായിക്കാം. The book of Jude, യൂദയുടെ verse ലേഖനം 14. And Enoch also, seventh from അതിന്റെ Adam, 14-ാം വാക്യം. prophesied of these, saying, Behold, the Lord cometh with 10,000s of His saints. Hallelujah. हनोक ने भी जो आदम से 7वीं पीढ़ी में था, इनके विषय में ये भविष्यवाणी की, देखो To execute judgment upon all and to convince all that are ungodly among them of all their ungodly deeds. And it goes on. But the scripture says, Enoch also, the seventh from Adam, prophesied of these, saying, Behold, the Lord cometh with 10,000s of His saints. हनोक जो कि आदम की 7वीं पीढ़ी में था, उसने ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാൻ 1000 വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നു എന്ന് He's പ്രവചിച്ചു. coming to judge.
And Enoch walked in അവൻ agreement with God. വിധിപ്പാനായി വരുന്നു. He was walking in ഹാനോക്ക് agreement. ആ വചനത്തോട് He saw അവൻ യോജിച്ചു പോയി. Something beyond his times, beyond even the New Testament times. और उसने अपने समय से आगे यहाँ तक कि नए അവന്റെ He കാലത്തെക്കാളും saw പുതിയ the നിയമകാലത്തെക്കാളും end of the ഉപരിയായി നടക്കുവാൻ He saw പോവാനുള്ള Christ ഒരു coming back കാര്യത്തെ in അവൻ glory. കണ്ടു. और उसने मसीह को महिमा में आते हुए देखा. He saw coming യേശു Christ ക്രിസ്തു coming for മഹത്വത്തിൽ മടങ്ങി judging വരുന്ന upon this earth. ദർശനം അവൻ കണ്ടു. न्याय करते हुए आते हुए അവൻ സകലത്തെയും Hallelujah. വിധിപ്പാനായി What a walk that ക്രിസ്തു was. വരുന്നത് ഒരു I'm കാഴ്ച അവൻ കണ്ടു. challenged. And I want to ഓ challenge you, എന്തൊരു നടപ്പായിരുന്നു അത്. every one of us. ഞാൻ അതിനെ വെല്ലുവിളിക്കുന്നു. നിങ്ങളെയും അത് വെല്ലുവിളിപ്പാനായി Let's walk ഞാൻ with പ്രാർത്ഥിക്കുന്നു. Let's walk in agreement with God. ദൈവത്തോടുകൂടെ ഒരു നടപ്പുണ്ട്. Hallelujah. A new day ദൈവത്തോട് യോജിച്ച് നമുക്ക് നടക്കാം. dawn for His church. May God help us. അവന്റെ സഭയ്ക്ക് ഒരു പുതിയ നാള് Close here. ഉദിക്കുന്നു. There are many things further to share. ഇവിടെ But ഞാൻ I would stop അവസാനിപ്പിക്കുന്നു. here, brothers and sisters. The time is gone by. ഞാൻ ഇവിടെ my അവസാനിപ്പിക്കാം. ഇനിയുമുള്ളത് That we would have പിന്നീട് നമുക്ക് കാണാം. trust and എന്റെ faith. പ്രാർത്ഥന ഇതാകുന്നു. Hallelujah. ഈ ദൈവത്തിലുള്ള ആശ്രയത്തിൽ വളരുവാൻ ദൈവം നമ്മെ സഹായിക്കും. His word. Let's be in agreement with God. അവന്റെ വചനത്തെ വിശ്വസിക്കാം. Let us be in agreement with God. ദൈവവചനത്തോട് നമുക്ക് Yes. ഒരു Yes. And I want to യോജിച്ചു say പോകാം. with all my heart that rain is still falling upon His church. ആ Yes. ദൈവത്തിന്റെ May God help പിന്മഴ all of us. ഇപ്പോഴും It is ദൈവസഭയുമേൽ He who called you. പെയ്തുകൊണ്ടിരിക്കുന്നു. Don't say, I cannot. I don't നിങ്ങളെയും think I will എന്നെയും make it. വിളിച്ചവൻ ദൈവമാകുന്നു. എനിക്ക് കഴിയുകയില്ല എന്ന് നിങ്ങൾ പറയല്ലേ. Trust in the one who called you. വിളിച്ചവൻ ദൈവമാണ്. Aim at the goal. നിന്നെ വിളിച്ചവനെ നിങ്ങൾ Aim at the target. ആ ലക്ഷ്യത്തിലേക്ക് Stop shooting ഉന്നം elsewhere വയ്ക്കുക. of your choice. Don't shift your goal to what you like. വേറെ എവിടെയും അമ്പെയ്യരുത്. You are called according to His. എവിടെയും എനിക്ക് ഇഷ്ടമുള്ള ഇടത്തേക്കല്ല അമ്പെയ്യേണ്ടത്. May God help us tonight. ഒരു ഉദ്ദേശത്താലാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ പിതാവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു.